പലരും ഈ പറഞ്ഞ പോലെ ഇത്രയും മസിലായി കഴിയുമ്പോഴത്തേക്ക് ജിമ്മിൽ ട്രെയിനറായിട്ട് പോകും. അവർക്ക് നോളജ് ഇല്ല, പക്ഷെ പഠിക്കാൻ ശ്രമിക്കാറില്ല. അവർ സപ്ലിമെന്റ് ഇൻവെസ്റ്റ് ചെയ്യും, മെഡിസിനിൽ ഇൻവെസ്റ്റ് ചെയ്യും, എഡ്യൂക്കേഷനിൽ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചുമ്മാ എവിടെയെങ്കിലും നമ്മളൊരു ട്രെയിനറായിട്ട് നിന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ആവാൻ നമുക്ക് പറ്റില്ല. AC ഇട്ട് കഴിഞ്ഞാൽ ഫാറ്റ് ഉരുകി പോവില്ല, അല്ലെങ്കിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാറ്റ് ഉരുകി പോവില്ല. അത് തന്നെ വിയർത്ത് ഉരുക്കി കളയണം. ആലുവ മണപ്പുറത്ത് ശിവരാത്രിയുടെ സമയത്ത് മണൽ വാരി മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീടിനും കൂടെ എഞ്ചിനീയർമാരുടെ തലയിലായിരിക്കും. ഇപ്പൊ സ്റ്റോക്ക് ട്രെയിനർമാരുമായി നീ ഇന്ന എക്സസൈസ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്താൽ മതി, മസിലങ്ങ് വളർന്നോളൂ. കൊതിയാവുന്ന ഫിസിക്കാണ് അവരുടെയൊക്കെ, ഇതുപോലത്തെ ഫിസിക്ക്. പക്ഷെ പ്രശ്നം എവിടെയാണ്? നോളജില്ല. ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് പുറകെ ഫ്രോക്ക് കാർഡ് അല്ലെങ്കിൽ മറ്റേ ഫിസിക്ക് കോമ്പറ്റീഷന് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ 5 ലക്ഷം മുടക്കിയ 50,000 പോലും ക്യാഷ് പ്രൈസ് ഇല്ലെന്നുള്ള കാര്യം ആൾക്കാർക്ക് അറിയില്ല. ഇപ്പം ഞാൻ എന്നെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതും ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചായിട്ടാണ്. ഞാനിപ്പം ഈ ചെയ്യുന്ന ഈ ഫുൾ ടൈം ലൈസൻസ് ന്യൂട്രീഷൻ കോഴ്സിന് തന്നെ ഏതാണ്ട് 5 ലക്ഷത്തിന് മേളിലുണ്ട്. ഇപ്പം ഞങ്ങളുടെ ജിമ്മിൽ ഞങ്ങൾ ബ്ലഡ് റിപ്പോർട്ട് ഇല്ലാതെ ഒരു PT ക്ലയന്റിനെ പോലും ഞങ്ങൾ ട്രെയിൻ ചെയ്യില്ല. കേരളത്തിൽ തന്നെ ഒരു ജിമ്മിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ബ്ലഡ് വർക്ക് ചെയ്യുന്നത്. അവരുടെ മറ്റേ മെഷീനിൽ ഇത് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ ആകെ അതേ ചെയ്യുന്നുള്ളൂ. ഒരു കാര്യമില്ല. എന്നാൽ ഈ സാധനം ഞങ്ങളുടെ ജിമ്മിലില്ല. ഒരു മെഷീനിൽ കയറ്റി എടുത്ത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലാണ്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. സ്ത്രീകളുടെ ഇടയിൽ വന്നിട്ടുള്ള ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ട്രാൻസ്ഫോർമേഷൻ ലോറിനാണ് റിമി ടോമിയുടെ. പുള്ളിക്ക് വേണമെങ്കിൽ സ്വർണ്ണം കൊണ്ട് ഡമ്പൽ ഉണ്ടാക്കി വർക്കൗട്ട് ചെയ്യായിരുന്നു. ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ബംഗ്ലാവ് ഉണ്ട്, പക്ഷെ ബലമില്ല. ഫിറ്റ്നസ് കോണ്ടന്റ് ക്രിയേറ്ററും പേഴ്സണൽ ട്രെയിനറും തമ്മിൽ ആനയും കുതിരയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ക്രിയാറ്റിനെ പറ്റി ഗൂഗിളിൽ പോയി തപ്പിയിട്ട് വന്നിരുന്നിട്ട് അങ്ങോട്ട് അലക്കാണ് ക്രിയാറ്റിൻ ഇതാണെന്നും പറഞ്ഞു. പേഴ്സണൽ ട്രെയിനേഴ്സിനോടുള്ള എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്: പഠിച്ച് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പുസ്തകത്തിൽ നിന്ന് എന്ത് കിട്ടിയോ അതങ്ങോട്ട് അലക്കാണ്. കണ്ടന്റ് ചെയ്തത് കൊണ്ടോ കുറേ അതും ഇതും ഗൂഗിളിൽ പോയി തപ്പിയെടുത്തിട്ടോ കുറേ പുസ്തകം നോക്കി വായിച്ച് പഠിച്ച് ഞാനത് ചെയ്താൽ എൻ്റെ അടുത്ത് ആരും വരില്ല. ചിലപ്പോൾ ഒരു വീഡിയോ കയറി വൈറലാവും, പക്ഷെ അതിൽ നിന്ന് 10 രൂപയുടെ ബിസിനസ് കിട്ടില്ല. നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നില്ല, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങളിങ്ങനെ ഇപ്പോഴും ചപ്പാത്തിയുടെയും ഓട്സിൻ്റെയും മറ്റേ ചോറിൻ്റെയും പുറകെ നടക്കാണ്. 2 കിഡ്നിയും അടിച്ചു പോകും, അല്ലെ നിന്റെ ലിവർ അടിച്ചു പോകും, എല്ലാം അടിച്ചു പോകും. എന്ത് വേ പ്രോട്ടീൻ കഴിച്ച് എന്തിനാണ് ഈ ആൾക്കാർ ഈ സപ്ലിമെൻറ്റിൻ്റെ പുറകെ കിടന്ന് ഓടുന്നത്? ഞാൻ 2 ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. എല്ലാവരുടെയും വരുമാന മാർഗം എന്ന് പറയുന്നത് ട്രെയിനിങ്ങിനും മറ്റുള്ളതിന് പുറത്തേക്ക് ബ്രാൻഡ് അംബാസഡർ ആവുക, അല്ലെങ്കിൽ ബ്രാൻഡിനെ കൊളാബ് ചെയ്യുക, ഇതൊക്കെയാണ്. ഫോളോവേഴ്സ് എവിടുന്ന് പൊങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു മെയിൽ അങ്ങ് അയക്കുകയാണ്, ഈ മാസം ഇത്ര രൂപയുടെ സപ്ലിമെൻറ്റ് തരാം കേട്ടോ, ഐ ആം യൂസിങ് സ്റ്റിറോയിഡ്സ് വെൻ ഐ ആം ഗോയിങ് ഫോർ കോമ്പറ്റീഷൻ. സുബിൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടോ? ഒരു പേഴ്സണൽ ട്രെയിനർ ആവാം. അപ്പോൾ വിജയൻ ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് ഒരു 12 വർഷം സ്റ്റേറ്റിലും അതേപോലെ നാഷണൽ ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് ഈ ഫിറ്റ്നസ് സൈഡിലോട്ടുള്ളൊരു ജേണി, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഫിറ്റ്നസ് സൈഡിലോട്ടുള്ള ജേർണി എന്ന് പറയുന്നത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാട്ടോ. ആക്ച്വലി എനിക്കൊരു നീ ഇഞ്ചുറി ഉണ്ടായിരുന്നു. നീ ഇഞ്ചുറി എന്ന് പറയുന്നത് ACL ടയർ, അതോടൊപ്പം തന്നെ മെനസ്കസും PCL ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം, അത് ഞാൻ ജൂനിയർ ഇന്ത്യൻ ടീമിൽ കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷം BSNL ജോലി കിട്ടി. ജൂനിയർ ഇന്ത്യൻ ടീമിൽ കളിച്ച് കഴിഞ്ഞ് 12th കഴിഞ്ഞപ്പോഴത്തേക്കും BSNL ജോലി കിട്ടി. ട്രിവാൻഡ്രത്തായിരുന്നു പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഏതൊരു പ്ലെയറിൻ്റെയും ഒരു സ്വപ്നമാണ് ഒരു സീനിയർ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ജോലി കയറി. അതെ, 12th കഴിഞ്ഞപ്പോൾ നേരെ ജോലിക്ക് കയറി. അപ്പോൾ ആ സമയത്തൊരു എല്ലാവർക്കും ഉള്ള സ്വപ്നം പോലെ ഒരു സീനിയർ ഇന്ത്യൻ ജേഴ്സി അണിയുക എന്ന് പറയുന്നതാണ് ഏതൊരു പ്ലെയറിൻ്റെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഇഞ്ചുറി ഉണ്ടായപ്പം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ഭാഗമായിട്ട് റീഹാബിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ഫിറ്റ്നസ്സിനെ പറ്റിയിട്ട് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ചെറിയ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഈ ഇഞ്ചുറി റീഹാബൊക്കെ ഓൺലൈനിലൊക്കെ 2 വീക്സ് 3 വീക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചെറിയ ഇഞ്ചുറികളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അധികം സർജറി കഴിഞ്ഞിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വന്ന ആൾക്കാരെ നമുക്കറിയില്ല. അപ്പോൾ ചോദിക്കാനും ആരുമില്ല സർജറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടും 1-2 പ്ലെയേഴ്സ് വോളിബോളിലൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഞാൻ കാലിക്കറ്റ് സായിലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ. അപ്പോൾ അവരോട് ചോദിച്ചും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ റീഹാബ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ ചെറിയ സർട്ടിഫിക്കേഷനിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം കാണാൻ തുടങ്ങി. ഒരു 8 മാസം കൊണ്ട് തന്നെ തിരിച്ച് ഞാൻ ഗെയിമിലേക്ക് വന്നു. പഴയ പോലെ തന്നെ എനിക്ക് ബാസ്കറ്റ്ബോളിൽ എനിക്ക് ജമ്പ് ചെയ്യാനും. എങ്ങനെയാണ് ബാസ്കറ്റ്ബോളിൽ എത്തിപ്പെട്ടത്? വൈ ബാസ്കറ്റ്ബോൾ? ബാസ്കറ്റ്ബോളിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിരായ സ്പോർട്സ് സ്കൂളിലായിരുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമ്മളെ ആദ്യത്തെ ഒരു വർഷം എല്ലാ ഗെയിമുകളും പഠിപ്പിക്കും. അപ്പോൾ അത് ഹോക്കി, അത്ലറ്റിക്സ്, വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ക്രേസ് തോന്നും. കാര്യം ഞാൻ മൂവാറ്റുപുഴ വാഴക്കുളംകാരനാണ്, അവിടെ മുഴുവനും വോളിബോളാണ്. വാഴക്കുളത്തെ സെൻറ്റ് ജോർജ് വോളിബോൾ ക്ലബ്ബ് എന്ന് പറയുന്നത് വലിയ ഫേമസ് വോളിബോൾ ക്ലബ്ബാണ്. ഒരുപാട് വോളിബോൾ പ്ലെയേഴ്സ് വന്നിട്ടുള്ളൊരു ക്ലബ്ബാണത്. പക്ഷേ ഞാൻ നേരെ പോയത് ബാസ്കറ്റ്ബോളിലാണ്. അപ്പം എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഫാദറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ എതിർപ്പുണ്ടായിരുന്നു. ഈ ഇത്രയും വോളിബോളുള്ള സ്ഥലത്ത് നീ ബാസ്കറ്റ്ബോളിലേക്ക് പോയത് എന്തിനാണെന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് അതിനോടൊരു ക്രേസ് തോന്നി. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ടീമിലൊക്കെ കളിച്ചു, മിനി അണ്ടർ 13. അങ്ങനെ പിന്നെ അതൊരു വഴിക്ക് അങ്ങനെ അങ്ങ് പോയി അതിൻ്റെ കൂടെ. അപ്പോൾ ഈ ഇഞ്ചുറി ഉണ്ടായപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഗെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പഠിച്ച സർട്ടിഫിക്കേഷൻസ് വെച്ചിട്ടാണ് ഞാൻ റീഹാബുകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ ഗെയിമിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ സീനിയേഴ്സ് പ്ലെയേഴ്സ് തന്നെ ചോദിച്ചോടാ നീ എന്തൊക്കെയാണ് ചെയ്തത്, നീ പഴയതിനേക്കാളും നന്നായിട്ട് നിനക്ക് ഇപ്പോൾ ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ കാണുന്നവർക്കറിയാം, ഡങ്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് സർജറിക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും നന്നായിട്ട് ജമ്പ് ചെയ്യാനും അതേപോലെ എൻ്റെ സ്പീഡും എല്ലാം കൂടുതലായി. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ട്രെയിനിങ് എപ്പോഴാണ് ശരിക്കും ചെയ്തു തുടങ്ങിയത്, സർജറിക്ക് ശേഷമാണ്. അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊന്നും പ്രോപ്പർ ട്രെയിനിങ് അല്ല. അപ്പോൾ സർജറിക്ക് ശേഷം തിരിച്ച് ഗെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫിറ്റ്നസ്സിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും പെർഫോമൻസ് കൂടി, എല്ലാം കൂടി. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റു പലർക്കും പറഞ്ഞു കൊടുക്കാനും ഇതേപോലെ സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവരിലും മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ റെഗുലറായിട്ട് ഞാൻ ഈ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ശരീരത്തിലും ചെറിയ ചേഞ്ചസ് വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാടാ അത്യാവശ്യം ഫിസിക്കലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ BSNL ഉള്ള സമയത്ത് തന്നെ അതിനുശേഷം ഞാൻ പിന്നെ കേരള ടീമിലേക്ക് കളിച്ചു. സീനിയർ ഇന്ത്യൻ ടീമിൽ ഞാൻ ഈ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി സീനിയർ ഇന്ത്യൻ ടീമിൽ വീണ്ടും 3-4 കൊല്ലം കളിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ ഒരു ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നു, ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ടും കളിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. പറഞ്ഞു കൊടുത്ത ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലൊരു ചേഞ്ചസ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് സംഭവം കൊള്ളാലോ. അപ്പോൾ ആ ഫിറ്റ്നസ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതൊക്കെ. കാരണം നമുക്കങ്ങനെ ഇപ്പോൾ ക്രിക്കറ്റ് ടീമിനൊക്കെ ഉള്ള പോലെ സെപ്പറേറ്റ് കോച്ചസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബാസ്കറ്റ്ബോളിനും മറ്റുള്ള ഗെയിമുകൾക്കൊന്നും. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യം പറഞ്ഞപ്പം പലരിലും ഉണ്ടാകുന്ന ആ ഒരു മാറ്റം ശരിക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാനങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് ആൻഡ് സയൻസസ് അസോസിയേഷൻ്റെ ആദ്യത്തെ സർട്ടിഫിക്കേഷൻ ചെയ്തു. പിന്നെ എൻ്റെ തന്നെ കോച്ചിൻ്റെ ടീം ബോസിൻ്റെ ഒരു അഡ്വാൻസ് ഫിസിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ആ സമയത്ത് ചെയ്തു. അപ്പം 2005 സർജറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ BSNL ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2005 BSNL ജോയിൻ ചെയ്യുന്നത് ജൂണിലാണ്, ഒക്ടോബറിലാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത്. അന്ന് ഈ ഓൺലൈനൊക്കെ ചെയ്തു. പിന്നെ അല്ല അന്ന് ഇല്ല, അങ്ങനത്തെ കോഴ്സുകളില്ല. ഞാൻ ഈ സർട്ടിഫിക്കേഷൻ ചെയ്ത് തന്നെ 2012-13 കാരണം അതുവരെ ഈ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും ഈ ചെറിയ ഓൺലൈൻ കുഞ്ഞു കോഴ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് BSNL ഓൾറെഡി പ്ലെയേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ ട്രിവാൻഡ്രം ഗോൾസ് ജിമ്മിലും അതേപോലെ തന്നെ കാവേഴ്സ് എന്ന് പറയുന്ന ജിമ്മ്, ബോഡി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ജിമ്മ്, ഇവിടെയൊക്കെ ഞാൻ ഫ്രീലാൻസ് ട്രെയിനിങ്ങും ചെയ്യുന്നുണ്ട്. BSNL ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പ്രാക്ടീസും കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത്യാവശ്യം ആൾക്കാരിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി, അവർക്കും റിസൾട്ട് ഉണ്ട്. ആ സമയത്ത് പ്ലെയേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ക്ലയൻസിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഏതാണ്ട് BSNL നിന്ന് കിട്ടുന്ന ശമ്പളം തന്നെ എനിക്ക് ഫ്രീലാൻസ് ഈ പരിപാടിയിൽ നിന്നും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു പാഷൻ ഫീൽ ചെയ്തു, ആൾക്കാരിൽ വരുന്ന ചേഞ്ചസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ BSNL ഈ ട്രാൻസ്ഫർ ഇഷ്യൂസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാനൊരു 3 to 6 months. അപ്പോൾ BSNL ആകുമ്പോൾ നമുക്ക് ഈ 5 വർഷത്തെ ലീവ് എടുത്ത് വരാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 3 മാസത്തെ എൻ്റെ മെഡിക്കൽ ലീവും പിന്നെ ഒരു 3 മാസം ലോസ് ഓഫ് പേ എടുത്തിട്ട് ദുബായിൽ വന്നു. അപ്പോൾ എൻ്റെ ഫാമിലി ദുബായിലുണ്ട്. അങ്ങനെ ദുബായിൽ വന്ന് ഫിറ്റ്നസ് ഹോസ്റ്റൽ ഇൻ്റർവ്യൂവിന് പോയി, കിട്ടി. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിചാരിതമായിട്ട് ഇങ്ങനെ പല വഴി കൂടെ വന്നിട്ടാണ് ഞാൻ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അതെ. അപ്പം ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ഒരു ഷെറീഫ് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. പുള്ളി നല്ല രീതിയിൽ ഫിറ്റ്നസ് ഹോസ്റ്റലിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പുള്ളി ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുമായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫിറ്റ്നസ് ഹോസ്റ്റലിലേക്ക് ഒരു വഴി കാണിച്ചു തന്നത്. പുള്ളിനെ ഞാൻ പലതവണ കോൺടാക്ട് ചെയ്ത് അങ്ങനെ പുള്ളിയെ പറഞ്ഞിട്ട് എന്തായാലും നീ വിസിറ്റിന് വരുമല്ലേ,
അപ്പോൾ വരുന്ന സമയത്ത് നീ നിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു. അപ്പം നീ ബാസ്കറ്റ് ബോൾ കളിച്ചതിൻ്റെ ഇത്രയും കാലത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ ഈ നിൻ്റെ ചെയ്തിട്ടുള്ള ഇസയുടെയും ടീം ബോസിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അന്ന് അവിടെ കറക്റ്റ് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെയ്തിരുന്ന സർട്ടിഫിക്കറ്റ് വെച്ച് ആക്ച്വലി നമുക്ക് യു എയിൽ ജോലി കിട്ടില്ല. കാരണം അത് ലെവൽ 3 റബ്സിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് അല്ല. പക്ഷേ ഫിറ്റ്നസ് ഫസ്റ്റ് അന്ന് ഈ പറയുന്നത് പോലെ അവർ എൻ്റെ ഈ ബാക്കിയുള്ള ബാസ്കറ്റ് ബോളിൻ്റെ എൻ്റെ ഈ ഉണ്ടായിരുന്ന നമുക്ക് കുറേ ഉണ്ടല്ലോ സർട്ടിഫിക്കറ്റ്, അത് ശരിക്കും എനിക്കൊരു ആഡ് ഓൺ ആയിരുന്നു. പിന്നെ ഈ 1-2 ഇഞ്ചുറി റീഹാബിൻ്റെയൊക്കെ ചെറിയ സർട്ടിഫിക്കേഷനും മെയിനായിട്ട് പറയാനുണ്ടായിരുന്ന ഈ ഇസയുടെ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അപ്പോൾ അവരെനിക്കൊരു 6 months പ്രൊബേഷൻ ടൈമിനകത്ത് ഇവിടുന്ന് വീണ്ടും റബ്സിൻ്റെ ലെവൽ 3 എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ പ്രൊബേഷൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഒരു 6 മാസത്തെ ടൈം തന്ന് ഞാൻ അങ്ങനെയാണ് ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ബാസ്കറ്റ് ബോളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ചെയ്ത് ഫിറ്റ്നസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു റോഡ് മാപ്പ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഇപ്പം ഇതേപോലെ തന്നെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവണം എന്നുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബോഡി ബിൽഡറിന് രണ്ട് കാറ്റഗറി ഉണ്ടോ? ബോഡി ബിൽഡറിന് ഒരു ട്രെയിനർ ആവണമെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവണമെങ്കിൽ ഉണ്ടാവേണ്ട ഒരു റോഡ് മാപ്പ് എന്താ? ഞാൻ ശരിക്കും പറയുന്നത് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ജിമ്മെന്ന് വിചാരിക്കും, പക്ഷെ അവിടുത്തെ റേഞ്ച് അതാണ് ചോദിച്ചത്. അതെ, ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് ഇപ്പം ഞാൻ എടുക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ, ഈ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ എന്നുള്ള വർക്ക്ഷോപ്പിലും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ വളരെ ക്ലീനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജോലി മടുത്തു എന്നാൽ അങ്ങ് ട്രെയിനർ ആയേക്കാം. കാരണം ജിമ്മിൽ പോകുന്നുണ്ട്, അത്യാവശ്യം മസിലൊക്കെ ഉണ്ട്. എന്നാൽ നാളെ കാര്യം ആര് ജിമ്മിൽ പോയി ഒരു 3-4 മാസം വർക്കൗട്ട് ചെയ്താൽ ഒരു ഇച്ചിരി പുഷ്ടിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മതി, ഇത് വെച്ച് നമുക്ക് നാളെ അങ്ങ് ട്രെയിനർ ആവാം എന്ന് വിചാരിക്കും. എന്നിട്ടായിരിക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഈ ഇൻഡസ്ട്രി അത്ര എളുപ്പമുള്ളൊരു ഇൻഡസ്ട്രി അല്ല. വിജയൻ ഇപ്പോൾ പറഞ്ഞു, ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ നോളജ് എടുത്തു. ഇപ്പം പലരും ഈ പറഞ്ഞ ഇത്രയും മസിലായി കഴിയുമ്പോഴത്തേക്ക് ജിമ്മിൽ ട്രെയിനറായിട്ട് പോകും. അവർക്ക് നോളജ് ഇല്ല. ഒന്നാമത്തെ കാര്യം നോളജ് ഇല്ല, കുഴപ്പമില്ല, പക്ഷേ പഠിക്കാൻ ശ്രമിക്കാറില്ല. തീർച്ചയായിട്ടും അവർ ഫോളോ ചെയ്തു വന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറി അവർ ചിന്തിക്കില്ല. അല്ലെങ്കിൽ ഈ ട്രെയിനേഴ്സ് എത്ര പേര് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ സപ്ലിമെന്റ് ഇൻവെസ്റ്റ് ചെയ്യും, മെഡിസിനിൽ ഇൻവെസ്റ്റ് ചെയ്യും, എഡ്യൂക്കേഷനിൽ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ളവരിൽ സംഭവിക്കുന്ന എനിക്ക് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരെ അറിയാം, അവർക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അതെ, കാരണം ഇവിടെയൊക്കെ തന്നെ ജിമ്മിൽ നിന്ന് പോകുന്ന അവർക്ക് സാലറി കിട്ടുന്നില്ല. PT ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടും. പല ജിമ്മിലും PT പോലും എടുക്കാതെ ട്രെയിനേഴ്സായിട്ട് നിൽക്കുന്നവരുണ്ട്. എനിക്കൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഞാനിപ്പം സുബിൻ്റെ അടുത്ത് പറയുകയാണ്, സുബിനെ എനിക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നതിനുള്ള പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സുബിൻ എന്നോട് ചോദിക്കുക, ബ്രോ വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻ? ഞാനൊരു ജിമ്മിൽ ഒരു 5-6 കൊല്ലം ട്രെയിനറായിട്ട് നിന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സുബിൻ എനിക്ക് എന്തോരം വില തരും? ചുമ്മാ എവിടെയെങ്കിലും നമ്മളൊരു ട്രെയിനറായിട്ട് നിന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ആവാൻ നമുക്ക് പറ്റില്ല. എന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ ഇത്രയും നാളെ നിന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു ആഡ് ഓൺ ആണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മളൊരു ജിമ്മിൽ പോയി എല്ലാവർക്കും ഒരു ജിം ട്രെയിനർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആശാൻ ഉണ്ടാവും. നാട്ടിൽ പറയും പോലെ ആശാൻ കോൺസെപ്റ്റാണ്, ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യമാണ്. പോയ സമയത്ത് ആദ്യം വെള്ളം കുടിക്കരുത്. AC ഇട്ട് കഴിഞ്ഞാൽ ഫാറ്റ് ഉരുകി പോവില്ല, അല്ലെങ്കിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാറ്റ് ഉരുകി പോവില്ല. അത് തന്നെ, വിയർത്തുരുക്കി കളയണം. അപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ആശാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കോൺസെപ്റ്റ് അതിങ്ങനെ പടർന്ന് ഇങ്ങനെ അടുത്ത ആളിലേക്ക് വരും, അവരതുമായിട്ട് പോവും. എന്നാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് മെച്ചമുണ്ട്. അത് ചെയ്തിട്ടുള്ളവർക്കറിയാം. അതിനിപ്പോൾ വളരെ സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പോകുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ലെവൽ 3 എക്സാം എഴുതിയ സമയത്ത് ബുക്ക് പോലും തുറന്നു നോക്കാണ്ട് എഴുതി. കാരണം ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ഒന്നാമത് ബയോളജി ഹ്യൂമാനിറ്റീസ് പഠിച്ചു വന്ന ഒരാളാണ്. എനിക്ക് ബയോളജിയുടെ വലിയ കാര്യങ്ങൾ അറിയില്ല, കെമിസ്ട്രിയിൽ വലിയ ടച്ചില്ല, ഒന്നുമില്ല. അപ്പം ഇതിനോടുള്ളൊരു പാഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ബുക്ക് പോലും തുറന്നു നോക്കിയില്ല ലെവൽ 3 എക്സാം എഴുതാൻ പോയ സമയത്ത്. എൻ്റെ ചിന്തയിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യൻ പ്ലെയറാണ്, എത്ര വർഷമായി വർക്കൗട്ട് ചെയ്യുന്നു, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം. ഞാൻ വെളിയിൽ പോകുന്ന സമയത്ത്, ഞങ്ങൾ ടീം കളിക്കാൻ പോകുന്ന സമയത്ത് പല ടീമിനെയും പലരും പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ നമ്മൾ ബാംഗ്ലൂരുള്ള സമയത്ത് അത്ലറ്റ്സിനും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇവൻസിനൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നത് പല ഫോറിൻ കോച്ചസാണ്. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എക്സസൈസുകൾ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇവർ നമുക്ക് ട്രെയിനിങ് കമ്പൈൻ ചെയ്ത് തരുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, പകുതി കൂടുതലും എക്സസൈസുകൾ നമുക്കറിയാം. പക്ഷേ ഈ എക്സസൈസ് ചെയ്യുന്നത് ഏത് മസിലിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ഗ്രിപ്പ് പിടിക്കുമ്പം ഏത് മസിലാണ് ആക്റ്റീവ് ആവുന്നത്, ഇതൊന്നും അറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം.
അപ്പം ഈ ഒരു വലിയ ധാരണയോട് കൂടിയിട്ട് പിന്നെ എന്ത് പുസ്തകം തുറന്നു നോക്കാം, നമ്മൾ കൊല്ലം എത്രയായി പണി തുടങ്ങിയിട്ട് എന്നുള്ള മട്ടിലാണ് ഞാൻ പോയി എഴുതിയത്. 80% ആണ് പാസ് മാർക്ക്. എനിക്ക് തോന്നുന്നു 47% 48% കണ്ടാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അതിനുശേഷമാണ് ഞാൻ ഈ IFPA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫിറ്റ്നസ് പ്രൊഫഷണൽ അസോസിയേഷൻ്റെ കോഴ്സാണ് ഞാൻ ചെയ്തത്. അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ തുറക്കുന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ വിചാരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ മുഴുവനും ലോക മണ്ടത്തരങ്ങളാണ്, തെറ്റുകളാണെന്നുള്ളത്. അതിനുശേഷം ഞാൻ ഇതിരുന്ന് പഠിച്ച് എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കി, എൻ്റെ സീനിയേഴ്സായിട്ട് ജിമ്മിലുണ്ടായിരുന്ന ട്രെയിനേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പോയി എക്സാം എഴുതി. 83% മാർക്ക്. അപ്പോൾ പലരുടെയും വിചാരം അതാണ്, പലർക്കും ബുക്ക് തുറന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവർക്കും ഉള്ള സർട്ടിഫിക്കേഷൻ കെയിലാണ്. K11 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം പിന്നെ പറയുന്ന പോലെ ഒന്നല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ K11 ഉണ്ട്, നാട്ടിൽ അതുപോലെ പല അക്കാഡമികളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് വിജോ ഫിറ്റ്നസ് അക്കാഡമി ഉണ്ട്, അതേപോലെ തന്നെ IBIS അക്കാഡമി ഉണ്ട്, ഗായ ഫിറ്റ്നസ് അക്കാഡമി ഉണ്ട്, പല അക്കാഡമികളുണ്ട്, ഫിറ്റ് ആൻഡ് മെറ്റ് ഉണ്ട്, ഈ ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി ഉണ്ട്. അല്ല, ഇതിനിടയ്ക്കും പല പിള്ളേരും പറയുന്നുണ്ട് പല സ്കാമുകളുണ്ട്, പലർക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരിട്ട് ഇതുവരെ ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതേപോലെ നേരിട്ടുള്ളൊരു അറിവ് എനിക്കില്ല. പലരും പറഞ്ഞ് റോഡ് മാപ്പ് ഞാൻ ചോദിക്കും, കാരണം ഇവിടെ ഉള്ള പലർക്ക് ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു കരിയർ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല, ആദ്യത്തെ ഒരു ട്രെയിനായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇപ്പം കസ്റ്റമേഴ്സിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, ക്ലയൻസിനോട് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള റോഡ് മാപ്പ്. ഇപ്പോൾ ഇവർക്ക് ഏത് കോഴ്സ് എടുക്കേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ചില കോഴ്സ് എടുത്തിട്ട് അവിടെ പോകാൻ നോക്കുമ്പോൾ ഇതവിടെ പറ്റത്തില്ല, വേറെ കോഴ്സ് വേണം. പക്ഷേ വേറെ കോഴ്സ് എടുക്കാൻ ഇത്രയും പ്രൈസ് ഉണ്ടാവും, അവിടെ അത്രയും പൈസ ഉണ്ടാവില്ല, ഈ എടുത്താൽ പോലും പാസ്സാവില്ല, കാരണം നോളജ് ഉണ്ടാവില്ല. അവർ നേരത്തെ ചേട്ടൻ പറഞ്ഞ ആ ഒരു സെയിം സാധനം, കാരണം അവർക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞ് പോയിരുന്നു കിട്ടത്തില്ല. അല്ല, അതിനകത്തൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ സുബിനെ, എല്ലാം എൻഡ് ഓഫ് ദ ഡേ എല്ലാം ബിസിനസ്സാണല്ലോ. അതിനും കൂടെ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എല്ലാവരുടെ അടുത്ത് സാറിന് പറയാനുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാനൊരു വലിയ ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ കോടികൾ കയ്യിൽ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളോ ഒന്നുമല്ല. നമ്മൾ PT എടുത്ത് കിട്ടുന്ന കാശാണ് അവിടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതും സുബിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പം അല്ലാതെ അങ്ങനെ അപ്പനും അമ്മയായിട്ട് കോടികൾ ഉണ്ടാക്കി തന്നിട്ട് നീ എന്നാൽ ജിമ്മ് തുടങ്ങുക, എന്നാൽ ഞാനൊരു 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ജിമ്മ് തുടങ്ങിയതല്ല. നമ്മുടെ 1-2 സുഹൃത്തുക്കൾ, എൻ്റെ ജിമ്മിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ക്ലയൻസ് തന്നെയാണ്, പിന്നെ എൻ്റെ സുഹൃത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പണിയോടുള്ള ട്രസ്റ്റ് കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതാണ്, അതല്ലാതെ നമ്മൾ വേറെ ഒന്നും ഉണ്ടായിട്ട് ചെയ്തേക്കുന്നതല്ല. ഈവൻ ഈ അക്കാഡമി പോലും ഞാൻ പറഞ്ഞിട്ടില്ലേ, മറ്റേ ഫുഡ് മേടിക്കാൻ കാശില്ലാത്ത ബോഡി ബിൽഡിംഗ് പണി വിട്ട് ബിസിനസ്സിന് കോമ്പറ്റീഷൻ ചെയ്യാൻ കാശ് വേണം, അതുകൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങാറുണ്ട്. അതെ. അപ്പോൾ ഈ അക്കാഡമിയുടെ കാര്യം തന്നെ പറയുമ്പോഴും 2019 സെപ്റ്റംബർ 22 ആ ഡേറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം കൈസാ സാറും വിജോ ഫിറ്റ്നസ്സും ചേർന്നിട്ട്, അന്ന് നമുക്ക് അക്കാഡമിയൊന്നും ഇല്ല. അപ്പം വിജോ ഫിറ്റ്നസ് അക്കാഡമിയും ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് വെറും വിജോ ഫിറ്റ്നസ് ജിമ്മ് മാത്രമാണ്. അന്ന് ഈ വിജോ ഫിറ്റ്നസ്സും K11 ഫിറ്റ്നസ് അക്കാഡമിയും ചേർന്നിട്ട് കൊച്ചിയിൽ വെച്ചൊരു സെമിനാർ നടത്തുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് പ്ലാസ്റ്റിക് ചെയർ നമ്മൾ റെൻറ്റിനെടുത്ത് ഹോളിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തത്. ഒരു വീഡിയോ ഞാൻ ചെയ്തു. കൈസാ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, വിജോബി UAE വിജോബിയുടെ എക്സ്പീരിയൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏക റെപ്യൂട്ടഡ് അക്കാഡമി, അല്ലെങ്കിൽ റബ്സിൽ അക്രഡേഷനുള്ള ഏക അക്കാഡമി എന്ന് പറയുന്നത് K11 ആണ്. മാത്രമല്ല കേരളത്തിൽ ഒറ്റ അക്കാഡമി ഇല്ല ആ സമയം. ഈ 2019 കാര്യം ഞാനീ പറയുന്നത്. സെപ്റ്റംബർ 22 ഇവിടെ സെമിനാർ നടത്തുന്നു. 2-3 ബാച്ചിലേക്കുള്ള പിള്ളേർ ആ സെമിനാറിൽ നിന്ന് തന്നെ ഇവർക്ക് എനിക്ക് തോന്നുന്നു അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആവുന്നു. അന്നാണ് റബ്സ് എന്താണ്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. റബ്സിൻ്റെ ഡയറക്ടർ അംജാദ് എൻ്റെ സീനിയറായിട്ട് ഫിറ്റ്നസ് ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അംജാദ് വന്നപ്പോൾ അവിടുത്തെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് അടക്കം കൊണ്ടുവന്നാണ് പിള്ളേരെ കാണിച്ചത്. ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഇൻഡസ്ട്രിക്ക്, ഇത്രയും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും എന്ന്. ഇന്ന് 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് അക്കാഡമി ഉള്ളത് കേരളത്തിലാണ്. 2019 ഒറ്റ അക്കാഡമി പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒബ്വിയസ്ലി ഈ സ്കാമും ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വരുന്നത്. തീർച്ചയായിട്ടും ഉറപ്പല്ലേ. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ കാലയളവിൽ എന്തുമാത്രം ഗ്രോത്ത് ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഒരു ഭയങ്കര ബൂമുണ്ടായി. ഇപ്പം എൻ്റെയൊക്കെ ഒരു +2 കാലഘട്ടങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു മെയിൽ നേഴ്സ്. മെയിൽ നേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു. മെയിൽ നേഴ്സിന് എല്ലായിടത്തും ആവശ്യമുണ്ട്. എൻ്റെ +1 എഞ്ചിനീയർ. പിന്നെ അത് കഴിഞ്ഞപ്പം നിങ്ങളുടെയൊക്കെ സമയം വന്നപ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് ആയി. അന്ന് ഈ ആൾക്കാർ വെറുതെ പറയായിരുന്നു, ആലുവ മണപ്പുറത്ത് ശിവരാത്രിയുടെ സമയത്ത് മണൽ വാരി മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീഴുന്ന കൂടെ എഞ്ചിനീയർമാരുടെ തലയിലായിരിക്കും. ഇപ്പം സ്റ്റോക്ക് ട്രെയിനർമാരുമായി, ഇപ്പം ട്രെയിനേഴ്സുമായി. ഇപ്പം ട്രെയിനർമാരെ കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷേ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ ട്രെയിനേഴ്സിന് സാധ്യത ഉണ്ടോയെന്ന് വെച്ചുകൊണ്ട്, കാരണം അത്രയും ഒബീസിറ്റി ഉണ്ട്, അത്രയും അസുഖങ്ങളുണ്ട്, അത്രയും പ്രശ്നമുണ്ട്. അപ്പോൾ ട്രെയിനേഴ്സിന് അത്രയും ഡിമാൻഡുള്ളൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ പഠിക്കണം, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് പകുതി കൂടുതൽ ആൾക്കാർ നേരത്തെ നമ്മൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞ പോലെ മറ്റേ എന്താ പറയുക, വൈറസിനെ ഞാൻ കണ്ടിട്ടില്ല, അത് തന്നെ വൈറസ് ഇല്ല. ബാക്ടീരിയനെ ഞാൻ കണ്ടിട്ടില്ല, അത് തന്നെ ബാക്ടീരിയ ഇല്ല. നീ ഇന്ന എക്സസൈസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്താൽ മതി, മസിലങ്ങ് വളർന്നോളൂ. എന്നാൽ ഇത് ഇന്നതിന് വേണ്ടിയിട്ടാണ് നീ ചെയ്യുന്നത്. നീ ഇത് ഇങ്ങനെ ചെയ്താൽ ഇന്ന മസിൽ പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവും എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കണം, പഠിച്ചാലേ പറ്റുള്ളൂ. എന്നാൽ അത് പഠിച്ചാൽ എനിക്ക് 10 പൈസ കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ളത് ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. അവിടെയാണ് സങ്കടം. ദുബായിലൊക്കെ എനിക്കിപ്പോഴും UAE വന്നിട്ട് 10-15 വർഷമായിട്ട് അലൈനിലും റാസൽ ഖൈമയിലൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഒരു 5 ഡിജിറ്റ് സാലറി കണ്ടിട്ടില്ല ഇതുവരെ, എന്ത് ചെയ്യണം? എന്നേക്കാളും ഒക്കെ ഉണ്ട്, നമുക്ക് കണ്ടാൽ കൊതിയാവുന്ന ഫിസിക്കാണ് അവരുടെയൊക്കെ, അതുപോലത്തെ ഫിസിക്ക്. പക്ഷെ പ്രശ്നം എവിടെയാണ്? നോളജില്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രോ കാർഡുള്ളവർക്ക് വീട്ടിൽ മൊത്തം കടം. പ്രാക്ടിക്കലുണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, ഒരിക്കലും ഇല്ലെന്നല്ല, പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ കൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ അവർക്ക് തിയറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിലേ പറ്റുള്ളൂ. ഏറ്റവും വലിയ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ പ്രോ കാർഡുള്ള എത്ര പ്രോ കാർഡ് ഹോൾഡേഴ്സ് ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്. ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്, കടം മേടിക്കാത്ത ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അത് ഇൻഡസ്ട്രിയിൽ അത് വലിയൊരു പഠിക്കണം. കാരണം ഡാർക്ക് സൈഡ് ഓഫ് ദി ഇൻഡസ്ട്രി ഇതാർക്കും അറിയില്ല. ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് പുറകെ പ്രോ കാർഡ് അല്ലെങ്കിൽ മറ്റേ ഫിസിക്ക് കോമ്പറ്റീഷന് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കാര്യം നമ്മുടെ 5 ലക്ഷം മുടക്കിയ 50,000 പോലും ക്യാഷ് പ്രൈസ് ഇല്ലെന്നുള്ള കാര്യം ആൾക്കാർക്ക് അറിയില്ല. കാരണം ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫാഷൻ, ഭയങ്കര അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയാണ്, ഭയങ്കര ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കാണുമ്പോഴും നാളെ ഇതങ്ങ് പ്രൊഫഷനായിട്ട് എടുക്കാം, ഇതങ്ങ് കരിയറാക്കാം, ഇപ്പോൾ ഉള്ള ജോലി അങ്ങ് കളഞ്ഞേക്കാം, എന്നിട്ട് ഇതിലേക്ക് പോയേക്കാം. അങ്ങനെ ആൾക്കാർ എന്നെ വിളിക്കുമ്പം ഇത്രയും പൈസ കളഞ്ഞിട്ട് പോകുന്നത് ഇത്രയുള്ളൊരു ട്രോഫിയാ തരുന്നത്. അങ്ങനെ ആൾക്കാർ അങ്ങനെ ആൾക്കാർ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഇവരോടൊക്കെ പറയുന്നത്, ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റും, ഒരിക്കലും പറ്റില്ലെന്നല്ല കേട്ടോ, നല്ല രീതിയിൽ പറ്റും. പക്ഷേ നോളജ് വേണം. നോളജ് ഇല്ലാതെ എങ്ങനെ ഒരു ക്ലയൻറ്റിനെ ട്രാൻസ്ഫോം ചെയ്യും? ഇപ്പോൾ ഒരു ട്രെയിനറിൻ്റെ ഒരു ജേണിയാണ്. ട്രെയിനർ എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം, എന്തിനെ പറ്റി ആദ്യം പഠിക്കണം? ഒരു ട്രെയിനർ കോഴ്സ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബേസിക് കോഴ്സ് എന്തായാലും വേണം. ഒരു ബേസിക് കോഴ്സ് മസ്റ്റാണ്. അതായത് അതിനുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ലെവൽ 2 ലെവൽ 3 കോഴ്സുകൾ എന്ന് പറയുന്നത്. അത് എൻട്രി ലെവൽ കോഴ്സാണ്. അതായത് ഇപ്പോൾ MBBS ചെയ്തതിന് ശേഷം നമ്മൾ MD, പിന്നെ ആൾക്കാർ ഓരോന്നിലേക്ക് മാറി ചെയ്യുന്നെന്ന് പറഞ്ഞതുപോലെ MBBS കോമൺ ആണല്ലോ. MBBS ചെയ്യാത്തൊരാൾക്ക് അതിന് മേളിലേക്കുള്ളത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലെവൽ 3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ കോഴ്സാണ്. എല്ലാ കാര്യങ്ങളുടെയും ഒരു ബേസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. അത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് എനിക്കൊരു അത്ലറ്റ്സിനെ ട്രെയിൻ ചെയ്യണം, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചാവണം. അപ്പോൾ ലെവൽ 3 ഈ ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത് ഈക്വലൻ ടു ലെവൽ 3 ആണ് മറ്റ് പല രാജ്യങ്ങളിലും. ഇപ്പോൾ ഇവിടുത്തെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് UAE ലെവൽ 3 ആണ്. ലെവൽ 4 എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, പ്രീനേറ്റൽ, പോസ്റ്റ്നേറ്റൽ. ഇപ്പം ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും ഒക്കെ ഉള്ള എക്സസൈസുകളും കാര്യങ്ങളും അതിൻ്റെ പ്രോഗ്രാമും ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് പ്രീനേറ്റൽ, പോസ്റ്റ്നേറ്റൽ അത് ലെവൽ 4 ആണ്. ഒബീസിറ്റി ആൻഡ് ലോ ബാക്ക് പെയിൻ അത് ലെവൽ 4 ആണ്. റീഹാബിൽ തന്നെ ലെവൽ 4 ഉണ്ട്. സ്പോർട്സ് മസാജ് ലെവൽ 4 ആണ്. അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ റീഹാബിൻ്റെ കുറച്ചും കൂടെ എക്സ്ട്രീം വേർഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം ലെവൽ 4 വരുന്നതാണ്. അതേപോലെ ക്രോസ് ഫിറ്റ് അതിൻ്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ പല കോഴ്സുകളുണ്ട്. അതേപോലെ ന്യൂട്രീഷനിൽ തന്നെ ലെവൽ 4 കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്രോസ് ഫിറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം എന്നെ ക്രോസ് ഫിറ്റ് പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ആരും ഇതുവരെ വന്നിട്ടില്ല. കാലിസ്തനിക്സ്
പക്ഷേ കോഴ്സായിട്ട് വളരെ വിരളമേ ഉള്ളൂ. നിബിൻ്റെ നിബിനൊക്കെ ചെയ്യുന്ന കാലിസിനിക്സ് വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ ഒന്ന് കാലിസിനിക്സ് പെർഫോം ചെയ്യുന്നുള്ളൂ. രണ്ടാമത് കാലിസിനിക്സിന് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ വളരെ കുറവാണ്. നോർമലി കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ എന്നെ ആരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ മറ്റേ കോഴ്സ് ഞാൻ ചെയ്തതുപോലെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ അങ്ങനെ പറഞ്ഞ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഓൺ കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിന് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ആദ്യം ഒരു എൻട്രി ലെവൽ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ജിമ്മിൽ നിന്ന് നമ്മൾ പല ക്ലയൻസിനെയും ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഏത് ടൈപ്പ് ക്ലയൻസ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാനൊരു നിൽക്കുന്ന ജിമ്മിൽ ഒരു പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റലിന് വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റ് വന്നു. അവരെ ഞാൻ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് അതിപ്പോൾ ചിലപ്പോൾ ഒരു ഡോക്ടറെ റെക്കമെൻഡ് ചെയ്ത് വിട്ടതായിരിക്കും. പക്ഷെ അവരെ ട്രെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് സർട്ടിഫിക്കേഷൻ വേണം, എനിക്ക് ക്വാളിഫിക്കേഷൻ വേണം. അവരെ ഞാൻ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം അവരെ ട്രെയിൻ ചെയ്യാൻ എനിക്ക് പറ്റി അവർ നല്ല രീതിയിൽ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെന്നിട്ട് അവരുടെ ഡോക്ടറായിരുന്ന അല്ലെങ്കിൽ ആരായിരുന്നു അവരുടെ ഗൈനോ അല്ലെങ്കിൽ മറ്റേ അവരുടെ ഗൈനക്കോളജിസ്റ്റ് ആരായിരുന്നു അവരുടെ അടുത്ത് ചെന്ന് കറക്റ്റായിട്ട് കാര്യം പറയും. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, അവരാണ് എന്നെ ഈ രീതിയിൽ ചെയ്തത്. പിന്നെ ആ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസിൻ്റെ റെഫറൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ബിസിനസ് ഒരു സൈഡിൽ കൂടെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. കാര്യം ഒരു ഡോക്ടർ ഒരു ഡോക്ടറെ എന്താ പറയുക, ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെയാണെങ്കിൽ അങ്ങനെയാണ്. അതല്ല അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ തീരുമാനിക്കണം എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്ലയൻസാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. ഇപ്പം ഞാൻ എന്നെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതും ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചായിട്ടാണ്. അത് ഞാനിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഹെൽത്ത്, വെൽനസ്, ഫിറ്റ്നസ് ഈ 3 മേഖലയിൽ ഒരു ക്ലയൻറ്റിനെ എങ്ങനെ നമുക്ക് റെഡിയാക്കാം. ഇത് 3 പലർക്കും ധാരണ ഇത് 3 ഒന്നാന്ന് അല്ല, ഇത് 3 മേഖലയാണ്. ഈ 3-നകത്തും ഒരു ക്ലയൻറ്റിനെ നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. അത് 3 സെറ്റായി വന്നാൽ മാത്രമേ ഒരാൾ പ്രോപ്പർ ആവുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർക്ക് 10 പുള്ളപ്പ് എടുക്കാൻ പറ്റും, അല്ല 10 പുഷപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പുള്ളിയുടെ ബ്ലഡ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊളസ്ട്രോളും കാണും, ഷുഗറും കാണും, സാധനങ്ങളെല്ലാം കാണും. ഇനി വേറൊരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും ഹെൽത്തും ഓക്കെ ആയിരിക്കും, ഫിറ്റ്നസ് ലെവലും ഓക്കെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ബിസിനസ്സോ സ്ട്രെസ് ലെവലോ മറ്റുള്ള കാരണം കൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ വെൽനസ് പോയി. അപ്പോൾ ഇത് 3 കൂടെ കമ്പൈൻ ചെയ്ത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കിയാൽ അത് പ്രോപ്പർ ആവുള്ളൂ. ആ ലെവലിൽ നമ്മൾ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതെ, അപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും എൻ്റെ ന്യൂട്രീഷൻ കോഴ്സുകൾ കൂടുതൽ പഠിക്കാനും ഡയറ്റ് മെത്തേഡ്സ് കൂടുതൽ ഇറങ്ങുമ്പം അല്ലെങ്കിൽ കൂടുതൽ റിസർച്ചുകൾ വരുമ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പം പിന്നെ ഇഞ്ചുറി റീഹാബ്, ഓൾറെഡി ഞാനൊരു ഇഞ്ചുറി കഴിഞ്ഞ് വന്നതുകൊണ്ടും എനിക്ക് ഒത്തിരി ഇഞ്ചുറി റീഹാബിന് വേണ്ടിയിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചുറി റീഹാബ് കഴിഞ്ഞു, പല ന്യൂട്രീഷൻ കോഴ്സ് കഴിഞ്ഞു. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല, എൻ്റെ പേഴ്സണലി കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാനൊരു ഓസ്ട്രേലിയൻ ക്ലീൻ ഹെൽത്തിൻ്റെ ഒരു 2-3 ന്യൂട്രീഷൻ കോഴ്സ് ഞാനിപ്പോൾ ചെയ്തു. അത് ഓൺലൈൻ നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മുടെ പല സുഹൃത്തുക്കളും ചെയ്തിട്ടുമുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം ലൈസൻസ് ന്യൂട്രീഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു അതോറിറ്റി വേണം, നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ. നാളെ എനിക്ക് എൻ്റെ ഒരു ഓൺ കോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴും എന്തിൻ്റെ ക്രെഡിബിലിറ്റിയുടെ പുറത്ത് നിങ്ങളിത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഓസ്ട്രേലിയൻ ന്യൂട്രീഷൻ കൗൺസിലിൻ്റെ ഒരു ഫുൾ ടൈം ലൈസൻസ് ന്യൂട്രീഷൻ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ആദ്യത്തെ 1-2 മൊഡ്യൂൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലും പൈസ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ. അപ്പം ഞാൻ അതുകൊണ്ട് കംപ്ലീറ്റ് ഓൺലൈനാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ക്രോസ്ഫിറ്റിന് വേണ്ടി പൈസ കളയാറില്ല, ഞാൻ കാലിസനിക്സ് പഠിക്കാൻ വേണ്ടി പൈസ കളയാറില്ല. നാളെ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്താലായി, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ട്രെയിനിങ്ങിൻ്റെ രീതിയിൽ ഒരു ബിസിനസ് സൈഡ് നോക്കുമ്പം അതിനുവേണ്ടി എന്നെ ആരും അപ്രോച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് അവിടെ പൈസ മുടക്കാന്നുള്ളതാണ്. ഇപ്പോൾ ചില ട്രെയിനേഴ്സിന് നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ നേരം ബിസിനസ്സിൽ കാശ് മുടക്കും. ഇപ്പോൾ ഒരു ട്രെയിനർ ആവണമെന്നുണ്ടെങ്കിൽ ആൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു നല്ല കോച്ചിൻ്റെ കീഴിൽ പൈസ കൊടുത്ത് പോയി ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, അതാണ് ഏറ്റവും വലിയ നോളജ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ജിമ്മിലുള്ള ട്രെയിനേഴ്സിന് അറിയാം, അല്ല എൻ്റെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം ഞാൻ എത്ര രൂപ മുടക്കിയിട്ടുണ്ടെന്നുള്ളത്. ഏകദേശം ഞാനിപ്പം ഈ ചെയ്യുന്ന ഈ ഫുൾ ടൈം ലൈസൻസ് ന്യൂട്രീഷൻ കോഴ്സിന് തന്നെ ആഫ്റ്റർ ഡിസ്കൗണ്ടും പോയിട്ട് ഏതാണ്ട് 5 ലക്ഷത്തിന് മേളിലുണ്ട്. അത് 12 മാസമായിട്ട് നമുക്ക് മന്ത്ലി അടച്ച് തീർത്താൽ മതി. അങ്ങനെയുള്ള ഓപ്ഷൻസും അതിനകത്തുണ്ട്. പക്ഷേ എന്തിനാണ് നീ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ പിന്നെ ഞാനിത് ഇവിടുന്ന് പഠിക്കും.
ആൾക്കൊരു 5 ലക്ഷം രൂപ ഒരു കോഴ്സ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അത്രത്തോളം അസുഖങ്ങളും പ്രത്യേകിച്ച് ഗട്ട് ഹെൽത്ത് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് ഗട്ട് ഹെൽത്ത്. അപ്പോൾ അങ്ങനെ അത് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ആൾക്കാർ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് കുറേ ഇൻഡെപ്തായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ഡോക്ടേഴ്സ് ക്ലയൻസ് ഉണ്ട്, എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ. പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള എൻ്റെ എല്ലാ A to Z കാര്യങ്ങളും അറിയാവുന്ന എൻ്റെ സുഹൃത്താണ് ഡോക്ടർ രാഹുൽ. പുള്ളി ദുബായ് റാഷിദി ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജെറിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ വൈഫ് വിനീത, വൈഫിനെ ട്രെയിൻ ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. അപ്പോൾ ഈ രാഹുലിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോ സെഷൻ്റെ ഇടയ്ക്ക്, ഒരു സെഷൻ്റെ ഇടയ്ക്ക് നമ്മൾ 1 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. രാവിലെ എൻ്റെ ഒരു ക്ലയൻറ്റിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, തൈറോയ്ഡ് സംബന്ധമായിട്ട്, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ഡയബറ്റിക്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ ക്ലയൻസിനും, ഈവൻ എല്ലാ ട്രെയിനർമാരോടും ഞാൻ പറയും, നിങ്ങളെവിടെ പോയാലും നിങ്ങൾ നിൽക്കുന്ന ജിമ്മിൻ്റെ പരിസരത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു GPനെ നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമ്മിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരാളെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമാണ്. പല ക്ലയൻസും വന്ന് നിങ്ങളോട് പല പ്രശ്നങ്ങളും പറയുമ്പോൾ നിങ്ങൾ ഇന്ന ഡോക്ടർ റെഫർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ പറയുന്നത് വെച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം അവർ പറയും നിങ്ങൾ ഇത്രേ ചെയ്യാവൂ, ഇന്നതേ കൊടുക്കാവൂ എന്നുള്ളത്. ഇപ്പം നമ്മുടെ ജിമ്മിൽ ചില 40+ ഉള്ള ക്ലയൻസ് വരുമ്പം, ഇപ്പം ഞങ്ങളുടെ ജിമ്മിൽ ഞങ്ങൾ ബ്ലഡ് റിപ്പോർട്ട് ഇല്ലാതെ ഒരു PT ക്ലയൻറ്റിനെ പോലും ഞങ്ങൾ ട്രെയിൻ ചെയ്യില്ല. ഒറ്റ പേഴ്സണൽ ട്രെയിനിങ് സെഷൻ പോലും ബ്ലഡ് റിപ്പോർട്ട് എടുക്കാതെ ഞങ്ങൾ ചെയ്യില്ല. ആ ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് അത് ഞങ്ങൾക്കൊരു ഡോക്ടേഴ്സ് പാനലുണ്ട്, അവർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്ത് അവരത് ചെക്ക് ചെയ്യുമ്പം നോക്കിയിട്ട് അവർ പറയും ഇയാളുടെ ഹെൽത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ചിലപ്പം ഒരു CT സ്കാൻ ചെയ്യാൻ പറയും, ചിലപ്പം ഈ പറയുന്ന പോലെ എക്കോ ടെസ്റ്റ് ചെയ്യും, TMT ടെസ്റ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇന്ന രീതിയിലുള്ള എക്സസൈസുകൾ കൊടുക്കാവൂ എന്ന്. അപ്പം നോർമലി ഉള്ളൊരു ഫിറ്റ്നസ് അസസ്മെൻറ്റ് ഏതൊരു ട്രെയിനറിനും ചെയ്യാൻ പറ്റും. ഹൗ ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലഡ് വർക്ക്. ബ്ലഡ് വർക്ക് ഇല്ലാതെ കേരളത്തിൽ തന്നെ ഒരു ജിമ്മിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ബ്ലഡ് വർക്ക് ചെയ്യുന്നത്. അവരുടെ മറ്റേ മെഷീനിൽ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാൽ ഈ സാധനം ഞങ്ങളുടെ ജിമ്മിലില്ല. ഈ കയറി പിടിച്ച് കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം മറ്റേ ഫോമായിട്ട് വരും. എന്നിട്ട് ഒരു ഇരുത്തിയുള്ള ഒരു സെഷൻ ഉണ്ടല്ലോ, ആ സാധനം ഞങ്ങളുടെ ജിമ്മിലില്ല. ഞങ്ങളുടെ ജിമ്മിൽ വെറുതെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന് വേണ്ടിയിട്ടാ. അത് വരുന്നവർക്ക് അറിയില്ല. വരുന്നവരോട് നിങ്ങളുടെ ഇത് കൂടുതലാണ്, ഇത് PT എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഇത് കുറയും. അല്ല, ബിസിനസ്സിൻ്റെ സൈഡിൽ ഒരു ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടാൻ അത് നല്ലതാണ്. അപ്പോൾ അവർ കയറി നിന്ന് നോക്കാൻ നേരത്ത് ഇൻബോഡി അനാലിസിസ് മെഷീനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ബ്രാൻഡുകളും ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും, ഇത്ര വാട്ടർ വെയിറ്റ് ഉണ്ട്. സാധനം കൊണ്ട് അവർക്ക് ഐഡിയ അല്ല, പിച്ചാ. ബിസിനസ് പിച്ച് 100%. പക്ഷേ ആസ് എ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനകത്ത് റിപ്പോർട്ട് കാണാൻ നേരത്താ ബോഡി വെയിറ്റ് ഇത്രയുണ്ട്, മസിൽ മാസ് ഇത്രയുണ്ട്, വാട്ടർ വെയിറ്റ് ഇത്രയുണ്ട്. അങ്ങനെ ഒരു എൻ്റയർലി ഒരു ഐഡിയ അവർക്ക് കിട്ടും. ഈവൻ നെക്സ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 12 വീക്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞ് എടുത്ത് നോക്കാൻ നേരത്താം ചെറിയ ചേഞ്ചസ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഈ പ്രിൻ്റ് എടുത്ത് വെച്ച പേപ്പറാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെ ചെയ്യണം ഒരു ബ്ലഡ് വർക്ക്? നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആരാണെങ്കിലും ഇപ്പം ഒരു റുട്ടീൻ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് CBC ചെയ്യണം, ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യണം, കിഡ്നി പ്രൊഫൈൽ ചെയ്യണം, അതേപോലെ തന്നെ തൈറോയിഡ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, HbA1c, യൂറിക് ആസിഡ്, ഇതെല്ലാം വേണം. കാരണം ചില ആൾക്കാർ വളരെ എന്താ പറയുക, വളരെ ലീനായിരിക്കും, പക്ഷേ കൊളസ്ട്രോൾ ഉണ്ടാവും. പൊതുവേ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, വണ്ണമുള്ള ആളെ കാണുമ്പോഴാണ് പറയുന്നത് എടാ നിനക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന്. അങ്ങനെയല്ല, ചില വളരെ ലീനായിട്ടുള്ള ആൾക്കാർ, ഞങ്ങളുടെ എത്ര ബ്ലഡ് റിപ്പോർട്ട് ഉണ്ടെന്ന് അറിയോ, കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. വളരെ ലീനായിട്ടുള്ള ആൾക്കാരായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്കിന്നി ഫാറ്റ് ടൈപ്പ് ആയിരിക്കും, അങ്ങനെ വലിയൊരു മസിൽ വോളിയൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഹെൽത്തിയാണെന്ന് വിചാരിക്കും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ക്രോണിക് ഡയബറ്റിക് ആയിരിക്കും, ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും, എല്ലാം മേളിലായിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടെ വൈറ്റമിൻ ഡി, ഇന്ന് 99% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് ഇന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഈ പ്രശ്നങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് അപ്പോൾ എന്ത് സപ്ലിമെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു ഹൈ കൊളസ്ട്രോൾ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് ഏത് രീതിയിലുള്ളൊരു ഡയറ്റ് അവർക്ക് കൊടുക്കണം. പ്രീ ഡയബറ്റിക് കണ്ടീഷനിലായിരിക്കും,
എന്നാലും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരാളുടെ ബ്ലഡ് റിപ്പോർട്ട് കിട്ടിയാൽ അറിയാൻ പറ്റുള്ളൂ അയാൾക്ക് എത്ര അളവിൽ നമ്മൾ പ്രോട്ടീൻ കൊടുക്കണം, കാർബ്സ് എങ്ങനെയായിരിക്കണം, മാക്രോസ് എങ്ങനെ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ യൂറിക് ആസിഡ് നമുക്കറിയില്ല, ക്ലയൻറ്റിനും അറിയില്ല എനിക്ക് യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അയാൾ വരുന്നു, അപ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുമ്പം പ്യൂറിൻസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം, ഇന്ന സാധനങ്ങൾ നിങ്ങൾ ഫുഡിൽ നിന്ന് ഒഴിവാക്കണം, പ്രോട്ടീൻ സോഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇന്ന പ്രോട്ടീൻ സോഴ്സുകൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാളെ വെറുതെ ഇങ്ങനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മെഷീനിൽ കയറ്റി എടുത്ത് സ്കാൻ ചെയ്തിട്ടോ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലാണ്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. ഒരു ബോഡി അനാലിസിസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു പിക്ചർ കിട്ടും ഈ സാധനത്തിൽ നിന്ന്. കാരണം എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്കും ബ്ലഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല, ആരും ചെക്ക് ചെയ്യാറില്ല. എന്തെങ്കിലും അസുഖം വരുമ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറഞ്ഞാൽ ചെക്ക് ചെയ്യാം, ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇപ്പം ഞങ്ങൾ 3 മാസം കൂടുമ്പം ഞങ്ങളുടെ എല്ലാ ക്ലയൻസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലിനിക്കുമായിട്ട് ഞങ്ങൾക്ക് ടൈപ്പ് ഉണ്ട്. എല്ലാ 3 മാസം കൂടുമ്പോഴും കാരണം ഞങ്ങൾ 12 വീക്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബ്ലഡ് ടെസ്റ്റ് എടുക്കും, 12 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് എടുക്കും. ആ ഒരു ബ്ലഡ് ടെസ്റ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല അവർ പറയും, ഇതൊരു 3 മാസം മുമ്പേ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിൽ വന്ന് പെടില്ലായിരുന്നില്ലടാ എന്ന് പറയും. കാരണം അത്രയും സാധനങ്ങൾ അവർക്ക് കുറയും. ടെസ്റ്റോസ്റ്ററോൺ, അതേപോലെ തന്നെ ബ്ലഡ് റിപ്പോർട്ടിനകത്ത് ഏറ്റവും മെയിൻ ഒരു സാധനമാണ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ അവർക്ക് ഇത് അറിയാൻ പറ്റും. കാര്യം അവരുടെ ഹിപ്പ് റേഷ്യോ, വേസ്റ്റ് റേഷ്യോ ഇപ്പം നമുക്കത് കാണുമെന്ന് പറഞ്ഞാൽ ഒബീസിറ്റി വലിയൊരു കാരണമാണ്, സ്ട്രെസ് ലെവൽ വലിയൊരു കാരണമാണ്. ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചില ആൾക്കാർ വരുമ്പോഴേ അവർ പ്രീ ഡയബറ്റിക് കണ്ടീഷനിലായിരിക്കും. 3 മാസം കഴിഞ്ഞ് നോക്കാൻ നേരത്തോടെ HbA1c താഴെ വന്നിട്ടുണ്ടാവും, ആൻഡ് ഒരു മെഡിസിനും ഇല്ല. പക്ഷേ ചില കേസുകൾ ഓൾറെഡി ഡോക്ടറുടെ അടുത്ത് പോയി മെഡിസിൻ എടുക്കുന്ന കേസുകളും കാണും. പക്ഷേ എന്നാലും 3 മാസം കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ തന്നെ പറയും, ഇപ്പോൾ അണ്ടർ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ, അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വേണമെങ്കിൽ മെഡിസിൻ്റെ അളവ് ഞാൻ കുറയ്ക്കാം. അപ്പോൾ ഈ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ഇത് പറയുമ്പോൾ ഇത്രയും കാലം നമ്മൾ കൊടുത്തൊരു ട്രെയിനിങ്ങിനും നമ്മൾ അവർക്ക് കൊടുത്തൊരു ഡയറ്റ് പ്ലാനിനും ഒക്കെ അപ്പോഴൊരു വാല്യൂ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ മുമ്പ് എന്തായിരുന്നു പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ. അതിൻ്റെ ഒരു ബ്ലഡ് റിപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല. നേരത്തെ പറഞ്ഞ കാര്യം പാഷൻ. അപ്പം മറ്റേതെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാനത് പറയുന്നത്, ഞാൻ എന്തിനാ രാവിലെ എഴുന്നേറ്റ് ഞാനിപ്പോൾ ഒരു ലേഡീനെ രാവിലെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവർ ഇൻസുലിൻ യൂണിറ്റൊക്കെ അവർ എത്രത്തോളം കുറച്ചെന്നറിയാമോ? കാരണം അവർ ആരോ പറയുന്നത് കേട്ടിട്ട് ഉണ്ടായിരുന്ന ഫുഡെല്ലാം കട്ട് ചെയ്ത് രാവിലെയും വൈകിട്ടും 2-3 മണിക്കൂർ നടക്കുകയാണ്. അത്രത്തോളം മസിൽ ലോസ് അവർക്കുണ്ടായത്. എന്നാൽ അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ കാര്യം അവർ ഗ്ലൂക്കോ മോണിറ്റർ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. രണ്ടാമത് ഈ പറയുന്നത് പോലെ എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ അവരുടെ വില്ലയിൽ പോയാൽ ഞാൻ അവരെ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസമായി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ യൂണിറ്റ് അവർ എത്രത്തോളം കുറച്ചെന്ന് അറിയുമ്പോൾ ഇൻസുലിൻ. മാത്രമല്ല അവർക്ക് എല്ലാ ഭക്ഷണവും അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പി. അവരുടെ മസിലിൻ്റെ വോളിയം കൂടി, അവരുടെ ഫാറ്റ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മക്കളും ഹസ്ബൻഡെല്ലാം കൂടി ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സൊക്കെ അവർ ഇട്ട് നോക്കുമ്പോഴത്തേക്കും എൻ്റെ വേസ്റ്റ് ലൈൻ ഇത്രയും താഴെ വന്ന് വിജോബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സന്തോഷം, അതാണ് റിയലി പാഷൻ. ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അമ്മ ഈ പറഞ്ഞ ഒരു ഷുഗർ ഉണ്ട്, ഇത് കഴിച്ചിട്ട് നോക്കൂല, നടക്കാൻ പറഞ്ഞാൽ നടക്കൂല, നിനക്കെന്തോ അറിയാം. അല്ല അതാ ഞാൻ പറഞ്ഞു, അത് ചുമ്മാ ലഡു ജിലേബിയൊക്കെ കഴിക്കും, ഷുഗറുള്ള ആളുടെ കാര്യം പറഞ്ഞത്. അല്ല അപ്പം അത് അവർ കഴിച്ചാലും നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ്. എൻ്റെ അമ്മ 60 വയസ്സ് കഴിഞ്ഞു. ചില ദിവസങ്ങളിൽ വൈകുന്നേരം എൻ്റെ അമ്മ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രെയിൻ ചെയ്യുന്ന എൻ്റെ ബാക്കിയുള്ള ക്ലയൻസ് ഉണ്ട്, അതായത് ആണുങ്ങളായിട്ടുള്ളവർ. അപ്പോൾ അവർ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് കോൺവെർസേഷൻ്റെ സമയത്ത് പറയും വൈഫിനെ കൊണ്ടൊന്ന് ജോയിൻ ചെയ്യിക്കണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര മടിയാണ്. മാത്രമല്ല 10-35 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി ഇതൊക്കെ വേണോ എന്ന് ചോദിക്കും. ആ സമയത്തായിരിക്കും കൃത്യം മിക്കവാറും എൻ്റെ വൈഫിൻ്റെ കൂടെ ആയിരിക്കും അമ്മ മിക്കവാറും ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും എൻ്റെ അമ്മ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വെറുതെ കാണിച്ചു കൊടുക്കുന്നത് ആ നടക്കുന്നത് എൻ്റെ അമ്മയാണ്. 60 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ഈ ജിമ്മിൽ ആഴ്ചയിൽ 3 ദിവസം വന്ന് പ്രോപ്പറായിട്ട് വെയ്റ്റ് ട്രെയിനിങ്ങും ബാക്കിയുള്ള ദിവസങ്ങളിൽ യോഗയും കാർഡിയോ എല്ലാം കമ്പൈൻ ചെയ്യുന്ന കാരണം കൊണ്ട് എൻ്റെ പിള്ളേരോട് ഓടിച്ചാടി നടക്കുന്ന എൻ്റെ അമ്മ ഭയങ്കര സന്തോഷമായിട്ട് പിള്ളേരോട് കുസ്തി കളിക്കും. ഇത് ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം പാട്ടൊക്കെ ഇട്ട് പിള്ളേരോട് ഡാൻസ് കളിക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നതേ ഉള്ളൂ. എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റുന്നു? അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാനായിട്ടൊരു ഏജോ അല്ലെങ്കിൽ സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം തന്നെ പറയാറ്. പിന്നെ നമ്മുടെ ജിമ്മിൽ തന്നെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അറിയാവുന്നവർക്ക് അതറിയാം, അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പലരും ഇപ്പോൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ മമ്മൂട്ടി
ഉദാഹരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ ഇപ്പം 72 വയസ്സായി. ഈ 72ാമത്തെ വയസ്സിലും ഈ കഴിഞ്ഞ ദിവസം കൂടെയൊക്കെ ഇൻസ്റ്റയിലിട്ടേക്കുന്ന ഫോട്ടോ കണ്ടാൽ നമുക്കിറങ്ങി ഓടാൻ തോന്നും. എങ്ങോട്ടാണ് ഈ മനുഷ്യൻ പോകുന്നതെന്നൊരു ഒരു ചിന്ത വരെ നമുക്ക് വരും. അപ്പം ആൾക്കാർ വെറുതെ വേണേൽ നോക്കിയിട്ട് അങ്ങനെ കുറേ കാശുണ്ടായ അതുകൊണ്ട് അയാൾക്ക് എന്തു ആവാന്ന് പറയും. അങ്ങനെ കുറേ കാശുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഈ കാശുള്ള ആൾക്കാരെല്ലാം കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു 20 ദിവസം ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റിയാൽ മതി, അത്രേ ഉള്ളൂ ഫിറ്റ്നസ് ഗോൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും പാട് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. 30 വയസ്സുള്ള ആൾക്കാർ ഇരുന്ന് നിസ്കരിക്കുന്നവരെ എനിക്കറിയാം, 35 വയസ്സുള്ള ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ അടുത്ത് വരുന്ന ഓരോ ക്ലയൻറ്റും അവരുടെ സങ്കടങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവർ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ചേട്ടാ ഒന്ന് ഇരുന്ന് പ്രോപ്പറായിട്ട് നിസ്കരിക്കാൻ പറ്റിയാൽ മതി. അപ്പോഴാണ് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത്, ദ വേ മമ്മൂട്ടി ഈ ക്യാരി ഹിസ് ഫിസിക് അറ്റ് ദ ഏജ് ഓഫ് 72. പിന്നെ പലരും ഈ പറയുന്നത് പോലെ ഇതിങ്ങനെ എന്തോ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാരണം കൊണ്ടാണ്. അതിന് പകരം ഇതൊരു ലൈഫ് സ്റ്റൈലാക്കിയും കണ്ടാൽ മതി. അപ്പോൾ പിന്നെ ഈ പ്രശ്നമില്ല. അതുകൊണ്ട് കാണാറില്ല. അപ്പം പലരുടെയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളെ കാണുമ്പം പലരും പറയുന്നത് എന്താ, അവൻ്റെ ഇപ്പോൾ ഒരു നടീനെ കാണുമ്പം അല്ലെങ്കിൽ ഒരു നടനെ കാണുമ്പം അവരാ ഇൻഡസ്ട്രി നിൽക്കുന്ന കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ ഇരുന്നേ പറ്റൂ. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് അത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം ഏജ് ആയാലും എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ കാണുന്നത് കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം സ്ത്രീകളുടെ ഇടയിൽ വന്നിട്ടുള്ള ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ട്രാൻസ്ഫോർമേഷൻ ലോറിനാണ് റിമി ടോമിയുടെ. ഒന്നും പറയാനില്ല. അത് എത്ര പേർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കും, എത്ര പേർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, എന്തൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആ നിൽക്കുന്നത് പോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റിമി ടോമിക്ക് പറ്റിയാൽ മതി. ആൾക്കാർ ഏറ്റവും വലിയ ഫിറ്റ്നസ് വിഷയം ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഫിറ്റ് ആണെന്നുള്ള ഒരു സാധനം. മാത്രമല്ല ഇത് നോക്കുമ്പം ഇപ്പം ഇങ്ങനെയുള്ളവർ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നൊരു എക്സ്ക്യൂസ് എന്താണ്, അവളുടെ കാശുണ്ട്, അല്ലെ മമ്മൂട്ടിയുടെ ഇഷ്ടം പോലെ കാശുണ്ട്, അയാൾക്ക് എന്തു ആവും. അതല്ലല്ലോ കാശ്. എന്നാൽ പിന്നെ മരിച്ചുപോയ രാകേഷ് ജുൻജുൻവാല, ഞാൻ കോർപ്പറേറ്റ് സെമിനാർ എടുക്കാൻ പോകുമ്പോൾ, ബിസിനസ്സുകാർക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു പോയിൻ്റാണ്. ഞാൻ ആക്ച്വലി ഇതിപ്പോൾ ഈ പോഡ്കാസ്റ്റ് വന്നതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ കട്ട് ചെയ്തിടാൻ വേണ്ടി ഇരുന്നതാണ്. രാകേഷ് ജുൻജുൻവാല നമ്മുടെ അടുത്ത ആളാണ്. പുള്ളി പറഞ്ഞത്, ഇപ്പം ഞാൻ ഇതിനകത്ത് ഹെൽത്ത് കൊണ്ടുവന്ന് പറഞ്ഞു ചോദിക്കും എന്തിനാണ് ഹെൽത്ത് ട്രേഡിങ്ങിൻ്റെ കൂടെ. പുള്ളി അവസാനം ഒരിക്കലും കിടന്നപ്പോൾ പുള്ളി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തി, മെയിനായിട്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ലെന്നാണ് പുള്ളി പറഞ്ഞത് ഹെൽത്ത്. അതാ ഞാൻ പറഞ്ഞത്. രാകേഷ് ജുൻജുൻവാല മരിക്കുന്ന സമയത്ത് 35,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്, അല്ലെങ്കിൽ അതിന് മേളിൽ. ഈ 35,000 കോടി ആസ്തി ഉണ്ടായിരുന്ന ആൾ, അയാളുടെ ആദ്യകാലത്ത് ഇറങ്ങിയ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ അറിയാം അയാൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ലേറ്റസ്റ്റ് ആയുള്ള അയാളുടെ ഫോട്ടോസ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും അയാൾ എത്രത്തോളം വലുതായി എന്നുള്ളത്. അയാൾ തന്നെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തെല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ എൻ്റെ ഹെൽത്തിൽ മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ മമ്മൂട്ടിനെ കണ്ടിട്ടോ, അല്ലെങ്കിൽ രജനീകാന്തിനെ കണ്ടിട്ടോ, അല്ലെങ്കിൽ സൽമാൻ ഖാനെ കണ്ടിട്ടോ, ഹൃതിക് റോഷനെ കണ്ടിട്ടോ അവൻ്റെ കാശുള്ളവന് ഉണ്ട്, അവൻ എന്തും പറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിയുടെ എല്ലാം കാശുണ്ടായിരുന്നു, പുള്ളിക്കും ആകാമായിരുന്നു. ഇവരെക്കാളൊക്കെ എത്ര ഇരട്ടി കാശുണ്ട്. അപ്പം പുള്ളിക്ക് വേണമെങ്കിൽ സ്വർണം കൊണ്ട് ഡമ്പൽ ഉണ്ടാക്കി വർക്കൗട്ട് ചെയ്യായിരുന്നു, വേണമെങ്കിൽ ലോകത്തിൽ സ്വർണം കൊണ്ട് ജിമ്മ് തന്നെ വേണേൽ പണിയായിരുന്നു. ഇനി ലോകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ട്രെയിനറെ പുള്ളിക്ക് ഹയർ ചെയ്ത് വേണമെങ്കിൽ പുള്ളിക്ക് വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പം ഇത് എന്തോരം കാശുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ശ്രമിക്കണം, ഇത് ഹെൽത്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി അതിൻ്റെ തംബ്നെയിലും അതിൻ്റെ ക്യാപ്ഷനും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ബംഗ്ലാവ് ഉണ്ട്, പക്ഷെ ബലമില്ല. ബി വെച്ച് തുടങ്ങുന്ന എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ ബലമില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? എല്ലാ സാധനവും ഉണ്ട്, മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ എന്താ കാര്യം? നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ഫിറ്റ്നസ്സും പണവും തമ്മിൽ വരുന്ന ഏറ്റവും വലിയ ബന്ധം. ഒമാനിലേക്ക് ഫുൾ ഫാമിലിയായിട്ട് ട്രിപ്പ് പോവാണ്. പുള്ളിയാണ് സ്പോൺസർ ചെയ്ത ആൾക്കാരെല്ലാവരെയും കൊണ്ടുപോകുന്നത്. കാരണം പുള്ളിയാണ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അത്യാവശ്യം പൈസ കൊണ്ട് കാര്യമുണ്ട്, ഒരു റിച്ച് ആളാണ്. ഉൾപ്രദേശത്ത് എവിടെയോ, ഒമാനിലെവിടെയോ, ഒരുപാട് അകത്ത് എവിടെയോ പോയിട്ടാണ് ഇവരുടെ ഒരു ഡെസേർട്ട് ക്യാമ്പയിൻ പോലെ സംഭവത്തിലൊക്കെ പോയി അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയായി. അവിടെ ഇന്ത്യൻ ക്ലോസറ്റേ ഉള്ളൂ. എന്നിട്ട് ആകെ 2 ആഴ്ച എങ്ങാണ്ടാണ് അവിടെ നിന്നേ. എല്ലാ ദിവസവും രാവിലെ അവിടുന്ന് 10-60 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ടൗണിൽ വരണം പുള്ളിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കോടികളുണ്ടായിട്ട് അങ്ങോട്ട് ഞാൻ പോയത് റേഞ്ച് റോവറിലാണല്ലോ, ബെൻലിയനാ പോയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ കാര്യം? അപ്പം ഇതൊന്നും ആൾക്കാർക്ക് പറ്റണല്ലോ. അവർ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കോടികളുണ്ട്. സമയമില്ല. ഇപ്പം പല ആൾക്കാരും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. മക്കൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കും, എന്താ ഡയബറ്റിക്കാ.
ഒരു പഴം കഴിക്കാൻ പറ്റില്ല, ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഉണ്ടാക്കി വെച്ച പൈസ കൊണ്ട് മക്കൾ എൻജോയ് ചെയ്യുക, സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വീഡിയോയ്ക്കകത്തിൽ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഹെൽത്ത്, രണ്ടാമത്തേന്ന് പറയുമ്പോൾ എന്തെങ്കിലും, മൂന്നാമത്തെ കാശ് വരുത്തുള്ളൂ. കാരണം നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ കാശ് കൊണ്ട് മേടിക്കാൻ പറ്റാത്തൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞു, കാശ് എത്ര ഉണ്ടല്ലേ ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. പണിയെടുക്കാതെ ഞാൻ ആൾക്കാരോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ വീടിൻ്റെ മുമ്പിൽ ഒരു മേബാക്ക് മേടിച്ചിട്ട് 25,000 രൂപ 50,000 രൂപ കൊടുത്ത് നിങ്ങൾക്കൊരു ഡ്രൈവറെ വയ്ക്കാം, കോടികൾ കൊടുത്ത് പഴ പണിയാം, സ്വർണം മേടിക്കാം, എല്ലാ പണിയും പറ്റും. നിങ്ങളുടെ കൊളസ്ട്രോള് 400 ഡോക്ടർ നിങ്ങളോട് പറയാണ്, സുബിൻ്റെ കൊളസ്ട്രോൾ 400 നാളെ രാവിലെ തൊട്ട് ഡയറ്റ് നോക്കി കൃത്യമായിട്ട് 1 മണിക്കൂറെങ്കിലും രാവിലെ നടക്കാൻ പോകണം, എന്നാലേ സുബിനെ ഈ കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ പോയി ഇങ്ങനെ ഇരുന്നിട്ട് മാസത്തിന് ഒരു 50,000 ശമ്പളം കൊടുത്തിട്ട് ബംഗാളിനെ മേടിച്ചങ്ങ് നിർത്താം, രാവിലെ അവൻ എനിക്ക് വേണ്ടി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുന്ന പരിപാടിയാണോ? ഒരിക്കലും പറ്റൂല. ഈ ഒരു കാര്യത്തിൽ മാത്രം. അപ്പോൾ പൈസ കൊടുത്ത് നമുക്ക് എന്തും കിട്ടും, ആരോഗ്യമുള്ളൊരു ശരീരം പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇത് ആൾക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തോരം അസുഖങ്ങൾ പറയും, എന്തോരം കാര്യങ്ങൾ പറയും. പിന്നെ ഇത് ഞാനിപ്പോൾ നടക്കുന്ന അത്രയും പാടില്ല മരുന്ന് കഴിക്കാൻ. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിനകത്തൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ കാര്യം പറഞ്ഞു, ഞാനിത് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ഭയങ്കര പുലിയാണെന്നോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ആളാണെന്നോ അല്ല കേട്ടോ. നമ്മൾ ഇതേപോലെ കാര്യങ്ങൾ പഠിച്ച് തിരിച്ചറിഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് ജിമ്മിൽ വരുന്ന ആൾക്കാരെ അല്ലെ ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും മാറും. അവർക്ക് തന്നെ ഒരു തോന്നൽ വരണ്ടേ. ഇപ്പം നമ്മൾ വെറുതെ ഈ ആൾക്കാർ പറയും പോലെ പഠിക്കടാ എന്ന് പറയുമ്പോൾ അവൻ എന്തിനോ വേണ്ടി പഠിക്കുന്നതും എനിക്ക് നാളെ പഠിച്ചൊരു നിലയിൽ എത്തണം എന്ന് കരുതി നമ്മൾ പഠിക്കുന്നതും വ്യത്യാസമില്ലേ എന്ന് പറഞ്ഞതുപോലെ ആൾക്കാർക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ചെയ്യും. എനിക്ക് എന്തോരം ക്ലയൻസ് ഉണ്ട്, ഈ 10-20 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തോരം ക്ലയൻസ് ഉണ്ടെന്നറിയാം. ഒരിക്കൽ ലൈഫ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് ആ ട്രാക്കിലേക്ക് വരാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഒരു മെഡിസിനും ഇല്ല, ഒന്നുമില്ലാതെ. ഇത് മെഡിസിൻ ഡോക്ടർ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞേക്കുന്നതല്ല കേട്ടോ. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, എടാ ഇപ്പോഴേ മെഡിസിൻ തുടങ്ങുന്നതിന് പകരം നീ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് ഡയറ്റൊക്കെ എടുത്തൊന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്ക്. കാരണം ഒരു മെഡിസിൻ സജസ്റ്റ് ചെയ്യാനോ അല്ലെ ഡോക്ടർ കഴിക്കാൻ പറയുന്ന മരുന്ന് കഴിക്കണ്ടെന്ന് പറയാനോ ഒരു ട്രെയിനറായി എനിക്ക് ഒരു അതോറിറ്റിയും ഇല്ല. എൻ്റെ പണി എന്ന് പറയുന്നത് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ആ പെയിൻ കില്ലർ കഴിക്കുക ഈ പെയിൻ കില്ലർ കഴിക്കുന്ന പറയലല്ല. അവർക്ക് കറക്റ്റായിട്ടുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പം ഇത് ചെയ്തു കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരിൽ അതിൻ്റെ മാറ്റങ്ങളുണ്ട്. അവസാനം ഡോക്ടർ തന്നെ പറയും, എടാ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇത് നീ ഒരു കാര്യം ചെയ്യും, ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഇപ്പം മെഡിസിനും കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാം നോർമലാണ്. അപ്പം ഇത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് വർക്ക് ചെയ്തേ പറ്റൂ, അല്ലാതെ അറിയാൻ പറ്റില്ല. ഒരു സാധാരണ ഒരാൾക്ക് ഒരു ഫിറ്റ്നസ് ജേണി എങ്ങനെ തുടങ്ങാൻ പറ്റും? അല്ല ബേസിക് ഒരാൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ? ഒരു ഫിറ്റ്നസ് ആസ് എ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് കാണുമ്പോൾ ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ? ഇപ്പോൾ പൊതുവേ നമ്മൾ ഇഷ്ടം പോലെ റീല് ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റാത്ത ഒരാളോ അങ്ങനെ? അതെ. അപ്പം അല്ല പൊതുവേ ഇപ്പം നമുക്കിപ്പോൾ കാണാൻ പറ്റുമല്ലോ, നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ എൻ്റെ തന്നെ പല വീഡിയോസിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നടത്തം ഒരു എക്സസൈസ് അല്ല. പക്ഷെ ഒന്നും ചെയ്യാത്ത ആൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നടത്തേ പറ്റുള്ളൂ. അപ്പം ഒന്നും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നടത്തം എന്ന് പറയുന്നത് അവരൊരു തുടക്കമാണ്. അവർ നടന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റു പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും ചെയ്യാത്ത ആൾക്കാർ അറ്റ്ലീസ്റ്റ് മിനിമം ഈ പറയുന്നത് പോലെ ഒരു ദിവസം ഒരു 20 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കുക ആദ്യം. ആ ഒരു 20 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ അവർക്ക് പല വ്യത്യാസങ്ങളും കാണാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ആ വ്യത്യാസത്തിൽ നിന്ന് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്തടുത്ത ഓരോ ഘട്ടത്തിലേക്ക് അവർ പോകും. അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു 20 മിനിറ്റ് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനമുണ്ട്, നമ്മളത് തുടങ്ങി റിസൾട്ട് കാണുമ്പോൾ പിന്നെ വരും, പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നാളെ തന്നെ പോയി ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നാളെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറെ ഹയർ ചെയ്ത് നാളെ തന്നെ ഞാൻ എല്ലാം കൂടെ ചെയ്യണം, അങ്ങനെ വേണ്ട. അങ്ങനെ ഒരു തുടക്കം ചിന്തിക്കുകയും വേണ്ട. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇത് പല തരത്തിലും പല ആൾക്കാർക്കും എല്ലാവർക്കും എക്സ്പെൻസ് താങ്ങാൻ പറ്റില്ല. ഒരു ജിമ്മിൽ ഒരു വർഷത്തെ മെമ്പർഷിപ്പ്, ഇപ്പോൾ ഒരു നല്ലൊരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കണേ 10-25,000 രൂപ വേണ്ടേ ഒരു വർഷത്തേക്ക്? മാത്രമല്ല ഒരു പേഴ്സണൽ ട്രെയിനർ ഹയർ ചെയ്യണമെന്നുള്ള ഒരു മാസത്തേക്ക് എത്ര വേണം? അപ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല. അപ്പോൾ തുടക്കക്കാർക്ക് ഇതൊന്നുമില്ല, ബേസായിട്ട് തുടങ്ങുന്നവർ പയ്യെ ഇത് തുടങ്ങട്ടെ. ഒരു 20 മിനിറ്റ് നടക്കാൻ ശ്രമിക്കാതെ. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നവരുണ്ട്,
അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വോളിബോൾ കളിക്കാൻ പോകുന്നവരുണ്ട്. സ്വിമ്മിങ് ഏറ്റവും എന്താ പറയുക, ഒരു തട്ടും മുട്ടും കേടും വരാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്വിമ്മിങ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. യോഗ കുറച്ച് ഏജായുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് യോഗ. ഇതൊക്കെ സ്റ്റെപ്പാണ്. ഇതെല്ലാം തുടങ്ങി കഴിയുമ്പം ശരീരത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നും, ഇത് ഇനി അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകണം. അപ്പം അതിനകത്തപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയി, ബാക്കിയുള്ള കാര്യങ്ങളായി, ഓരോരോരോ സ്റ്റെപ്പായിട്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന സാധനങ്ങളല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പം നമുക്കൊരു പേഴ്സണൽ ട്രെയിനറുടെ ഹെൽപ്പ് വേണം. 2-3 മാസം ഒരു ജിമ്മിൽ ജോയിൻ ചെയ്ത് ഒരു പേഴ്സണൽ ട്രെയിനറുടെ അടുത്തുനിന്ന് എക്സസൈസുകളുടെ കറക്റ്റായിട്ടുള്ള ഫോമും ടെക്നിക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ തന്നെ ചെയ്യാം. ആഹാരത്തിലും ഈ പറയുന്നത് പോലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. ചിലർ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇന്നോട്ട് ചോറ് കഴിക്കത്തില്ല, ഇന്നോട്ട് ഞാൻ ഷുഗർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ സങ്കടം തോന്നും. 1 മാസത്തേക്ക് നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത് നോക്ക്, നിങ്ങളുടെ ശരീരത്തിൽ മാരക വ്യത്യാസങ്ങൾ സംഭവിക്കും. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതാണ് ഞാനീ പറഞ്ഞത്. ഷുഗർ, പിന്നെ ചോറ്, ബ്രൗൺ റൈസും വൈറ്റ് റൈസും, അത് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യമാണ് ഈ ഇൻസുലിൻ സ്പൈക്ക്. അങ്ങനെ പിന്നെ ഇപ്പൊ ഓട്സിന്റെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരു വിഭാഗം, ഓട്സ് പ്രശ്നമല്ലെന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താണ് ഫിറ്റ്നസ് നിൽക്കുന്ന ഒരാൾ ഇൻഫ്ലുവൻസർ വന്ന് പറയുന്നത് അതാണ് ശരി. അപ്പോൾ ഇവർ കാണുമ്പോൾ ഇവർക്കറിയില്ല, ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് ഓട്സ് അടിപൊളിയാന്ന് പറയും, ഒറ്റ ഒരാൾ കഴിക്കരുതെന്ന് പറയും. ഇപ്പോൾ ഇവർക്കറിയില്ല എന്ത് ചെയ്യണം. അല്ല, അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ആൾക്കാരോട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കാണുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പറയുമ്പം ചിലർക്കെങ്കിലും ചിലപ്പോൾ ചിലർക്ക് കൊള്ളാം, ചിലർക്കൊരു തെറ്റിദ്ധാരണ ഫീൽ ചെയ്യാം. ഫിറ്റ്നസ് കോണ്ടന്റ് ക്രിയേറ്ററും പേഴ്സണൽ ട്രെയിനറും തമ്മിൽ ആനയും കുതിരയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരു ഫുഡ് വ്ളോഗറും ഷെഫും തമ്മിൽ വ്യത്യാസമില്ലേ? ഫുഡ് വ്ളോഗറിൻ്റെ പണി എന്താണ്? ലോകത്ത് പല ഹോട്ടലിലും പല സ്ഥലത്തും തട്ടുകടയിൽ തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് പോയി എക്സ്പ്ലോർ ചെയ്ത് അതിനെപ്പറ്റി ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഒരു ഫുഡ് വ്ളോഗറിൻ്റെ പണി. ആ ഫുഡ് വ്ളോഗർ തുറന്ന് ഭയങ്കര രുചിയോടുകൂടി രുചിച്ച് കാണിക്കുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരാളാണ്, അയാൾ ഷെഫാണ്. അപ്പോൾ ഈ ഷെഫും ഫുഡ് വ്ളോഗറും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പേഴ്സണൽ ട്രെയിനറും ഫിറ്റ്നസ് കോണ്ടന്റ് ക്രിയേറ്ററും. ക്രിയാറ്റിനെ പറ്റി ഗൂഗിളിൽ പോയി തപ്പിയിട്ട് വന്നിരുന്നിട്ട് അങ്ങോട്ട് അലക്കാണ് ക്രിയാറ്റിൻ ഇതാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്ലിമെൻ്റ്, അല്ലെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തിയും റൈസും അങ്ങനെ ഇങ്ങനെ അങ്ങ്. എന്നാൽ ഇവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റില്ല. എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത്? എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വ്യൂസ്, ലൈക്ക്, ഇത് മാത്രം മതി. അതേപോലെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ വിഷയം അതവിടെയാണ്. പേഴ്സണൽ ട്രെയിനേഴ്സിനോടുള്ള എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞ് പഠിച്ച് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പുസ്തകത്തിൽ നിന്ന് എന്ത് കിട്ടിയോ അതങ്ങോട്ട് അലക്കാണ്. ഓട്സ് അങ്ങനെ, ഓട്സ് ഇങ്ങനെ, ചപ്പാത്തി അങ്ങനെ, അതിങ്ങനെ, ഇതിങ്ങനെ, ഈ എക്സസൈസ് ഇങ്ങനെ ചെയ്യാവൂ, ആ എക്സസൈസ് അങ്ങനെ ചെയ്യാവൂ. ഇതിനു വേണ്ടി നിങ്ങൾ സമയം കളയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യം അതെന്തും ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലയൻസിന് പറഞ്ഞു കൊടുത്ത് അവരിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി നിങ്ങൾ അവരുടെ 2 ക്ലയൻറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പിക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പിക്ക് ഇനിയിപ്പോൾ കിട്ടിയില്ല എന്ന് വിചാരിക്കും. ചിലവരോട് നമ്മൾ ചോദിക്കാൻ പറയും, ചേട്ടാ എൻ്റെ ക്ലയൻസ് പിക്ക് ഇടാൻ സമ്മതിക്കാറില്ല, എങ്ങനെ? അപ്പം ഞാൻ പറയാം, എടാ നീ 3 കൊല്ലമായില്ല ഇൻഡസ്ട്രി വന്നിട്ട്, ഒരു ക്ലയൻറ്റിൻ്റെ പിക്ക് പോലും നിനക്ക് ഇതുവരെ കിട്ടിയില്ലേ? ഇപ്പം ഞങ്ങൾക്കുണ്ട് അതുപോലെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്, പ്രൈവസി പ്രശ്നം കാരണം കൊണ്ട് പിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ. ചിലർ പറയും ബ്ലർ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തോളാൻ പറയും, ചിലർ അതുപോലും സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിൻ്റെ ടെസ്റ്റിമോണിയൽ മേടിക്കും, അത് ടൈപ്പ് ചെയ്ത് തന്നാലും മതി. ചിലർ വീഡിയോ തരും. എൻ്റെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒട്ടുമിക്ക എല്ലാ ക്ലയൻസും വലിയ ചമ്മലില്ലാതെ ക്യാമറയുടെ മുമ്പിൽ വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ടെസ്റ്റിമോണിയലുകളുണ്ട്, വീഡിയോസ്. അതാണ് ഏറ്റവും വലിയ ബിസിനസ്. അതിന് പകരം ചപ്പാത്തിനെ കുറ്റം പറയുക, ചോറിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ കുറേ ഓട്സ് അതാണ് ഇതാണ് അതിൻ്റെ ക്വാളിറ്റി ഇതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പിള്ളേർ, കൊച്ചു പിള്ളേർ, ഇപ്പോൾ ഈ വരുന്ന പിള്ളേർ പറയുമ്പം, അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തോന്നാൻ കേട്ടോ, ഇവന് ഈ ഇരുന്നിട്ട് ഈ പിള്ളേർ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എത്ര വയസ്സായെന്നുള്ളത്. എനിക്ക് 40 വയസ്സാവാൻ പോവുകയാണ് ഈ ഒക്ടോബർ ആകുമ്പോൾ, 10-20 കൊല്ലം. അപ്പോൾ
അപ്പോൾ അല്ല ഇന്ന് കോഴ്സ് ലൈഫ് സ്റ്റൈലിന്റെ ആണ് ഏജ് പറയാത്തത്. അതെ അതെ. അപ്പം ഈ കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുന്നവർക്ക് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും, ഇയാൾ ഇരുന്ന് ഈ പിള്ളേർ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എത്ര വയസ്സുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞതുള്ളൂ, ഞാൻ ഒരു സ്ഥലത്തും വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മെയിൻ പ്രശ്നം. ഇപ്പം എനിക്ക് പൈസ കിട്ടി തുടങ്ങിയത്, എനിക്ക് ക്ലയൻസ് വന്നു തുടങ്ങിയത് എൻ്റെ ക്ലയൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോഴാണ്. അല്ലാതെ ഞാൻ കുറേ കണ്ടൻറ്റ് ചെയ്തത് കൊണ്ടോ കുറേ അതും ഇതും ഗൂഗിളിൽ പോയി തപ്പിയെടുത്തിട്ടോ കുറേ പുസ്തകം നോക്കി വായിച്ച് പഠിച്ച് ഞാനത് ചെയ്താൽ എൻ്റെ അടുത്ത് ആരും വരില്ല. ചിലപ്പോൾ ഒരു വീഡിയോ കയറി വൈറലാവും, 5 മില്യൺ വ്യൂസ് കിട്ടും, 10 മില്യൺ വ്യൂസ് കിട്ടും, പക്ഷെ അതിൽ നിന്ന് 10 രൂപയുടെ ബിസിനസ് കിട്ടൂല. എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറേ ഉള്ളപ്പോൾ ആൾക്കാർ ട്രസ്റ്റോടെ പോകുന്ന ഒരു ക്രെഡിബിൾ സൈഡ് എന്നുള്ള രീതിയിൽ അവരുടെ അടുത്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരാളൊരു ട്രെയിനറിനെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോച്ചിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് മാനദണ്ഡത്തിനടുത്ത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ കാര്യം തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇൻസ്റ്റാഗ്രാമിൽ പൈസ കൊടുത്ത ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ പൈസ കൊടുത്താൽ നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാം. ബ്ലൂടിക്ക് വരെ നമുക്കിപ്പോൾ ക്യാഷ് കൊടുത്താൽ നമുക്ക് മേടിക്കാം. 700 രൂപയുടെ കാര്യമുള്ളൂ. പിന്നെ നമ്മുടെ അത് പിന്നെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം തന്നെ അലോ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അടുത്ത് മേറ്റേന്ന് തന്നെയല്ലേ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ മെറ്റ വെരിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഊടായ്പകളായിട്ട് നിങ്ങളുടെ എന്താ പറയുക പേജിന് വെരിഫിക്കേഷൻ തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേജിന് ഇത്ര ഫോളോവേഴ്സിനെ കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് വരുന്ന കുറേ പേരുണ്ട്. കുറേ പേര് ഫോളോവേഴ്സിനെ പൈസ കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. ഭയങ്കര ക്രെഡിബിലിറ്റിയോട് കൂട്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് വീരവാദം മുടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രൊഫൈൽ എനിക്കറിയാം. ഈ പൈസ കൊടുത്ത് മേടിച്ചേക്കുന്നതല്ലാത്തതൊക്കെ. എനിക്ക് യൂട്യൂബിൽ 6,20,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. 500,000 കഴിഞ്ഞു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നേ വരെ 100K ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ 99 നിന്ന് കറങ്ങുന്നതേ ഉള്ളൂ. അതേ പറഞ്ഞു, ഇന്ന് ഞാൻ ഇപ്പോഴും 99 നിന്ന് കറങ്ങുന്നതേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം എനിക്ക് 500,000 കഴിഞ്ഞ് 6,20,000 ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബർ എങ്ങാണ്ടായി യൂട്യൂബിൽ. അപ്പോൾ എനിക്കും വേണേൽ ചിന്തിക്കാം, ഈ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവേഴ്സ് കുറഞ്ഞിരിക്കുന്നതിന് ആൾക്കാർ എനിക്ക് വില തരില്ലേ, എൻ്റെ അടുത്ത് ക്ലയൻസ് എൻ്റെ അടുത്ത് വരില്ലേ, അത് കാരണം കൊണ്ട് കുറച്ചാണതിനെ കാശ് കൊടുത്ത് മേടിച്ചേക്കാം. എനിക്കും ചിന്തിച്ചുകൂടെ? ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് കുറേ എണ്ണം കാശ് കൊടുത്ത് മേടിച്ചേക്കുന്നവരുണ്ട്. അതിലുള്ള പല ആൾക്കാരെ എനിക്കറിയാം. അത് തിരിച്ചറിയാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഒന്ന്, കയറി അവരുടെ ലൈക്ക് നോക്കിയാൽ മതി. ഇപ്പം ഞാനും എൻ്റെ വൈഫും കൂടെ നിൽക്കുന്നത് തന്നെ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000-3,000 ലൈക്കോ 5,000 ലൈക്കോ ഒക്കെ കാണുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം തന്നെ ഈ പറയുന്ന 100K 150K എന്നൊക്കെ പറഞ്ഞുള്ളവരുടെ കയറി നോക്കി കഴിഞ്ഞാൽ 14 ലൈക്ക് 13 ലൈക്കൊക്കെ ആയിരിക്കും. ഇനി ചിലരെന്ത് ചെയ്യും, അതും മനസ്സിലാക്കിയിട്ട് ഈ ലൈക്ക് ഓഫ് ചെയ്തിടും. അപ്പം ലൈക്കിൽ കൂടെ നമുക്കറിയാൻ പറ്റില്ല. അതിനെ തിരിച്ചറിയാനായിട്ട് പിന്നെ ഒരു മാർഗ്ഗമുണ്ട്. ചില സമയത്ത് ഈ പറയുന്ന വലിയ എന്താ പറയുക ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ലൈവിൽ വരും. വെറും 99K ഫോളോവേഴ്സേ ഉള്ളൂ എനിക്ക്. ഞാൻ ലൈവിൽ പോകുമ്പം ഓൺ ആൻഡ് ആവറേജ് ഒരു 250+ വ്യൂസ് ആൾക്കാർ എപ്പോഴും ലൈവിലുണ്ടാവും. അതിങ്ങനെ കയറി ഇറങ്ങുന്നത് 475 പേര് വരെ എൻ്റെ ലൈവിൽ വന്നിട്ടുള്ള സമയമുണ്ട്. ഏറ്റവും പീക്ക്, നമുക്ക് പീക്ക് കാണാൻ പറ്റില്ല, ഏറ്റവും പീക്ക് 475 പേര് വന്നേക്കുന്ന സമയമുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ഈ 100K എന്നും 70K എന്നും 80K എന്നും പറയുന്ന ആൾക്കാരുടെ ലൈവ് പോകുന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ 35 പേര് 40 പേരൊക്കെ അങ്ങേയറ്റമാണ്. അപ്പോൾ എന്തിനാണ് ഈ പണി കാണിക്കുന്നത്? ഈ ഇല്ലാത്ത സാധനം ഉണ്ടാക്കി കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ എന്തോരം ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പം ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരാളുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ ആ പ്രൊഫൈലിൽ ഇവർ എത്ര പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഇഞ്ചുറി റീഹാബിനാണ് പോകുന്നതെങ്കിൽ ഇഞ്ചുറി റീഹാബുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പുള്ളി ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ ടെസ്റ്റിമോണിയിൽ അതിലുണ്ടോ? ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ വിളിച്ച് ചോദിക്കാമല്ലോ, ഇയാൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ക്ലയൻസിനോട് എന്നെ അപ്രോച്ച് ചെയ്യുന്നവരോട് പറയുന്ന കാര്യം ഇതാണ്. ഞാൻ ഈ പോഡ്കാസ്റ്റിലിരുന്ന് ഞാൻ തള്ളി മറിക്കുന്നത് കേട്ടിട്ട് ആരും വരണ്ട എൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യാൻ. ഞാൻ ആൾക്കാരോട് പറയുന്നത് അതാണ്. ഞാൻ ട്രെയിൻ ചെയ്ത ആൾക്കാരുടെ പേര് സഹിതമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാനഡയിലും ഓസ്ട്രേലിയയിലും US-ലും അവിടെ ഇവിടെയൊക്കെ ഉള്ളവരുടെ. നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക, ഇയാൾ വല്ല സ്റ്റിറോയിഡും തന്നിട്ടാണോ ട്രെയിൻ ചെയ്യുന്നത്, ഇയാൾ വല്ല പെർഫോമൻസ് എൻഹാൻസിങ് ഗുളികകൾ നിങ്ങൾക്ക് തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇയാളുടെ ഡയറ്റ് എങ്ങനെയാണ്, ഇയാൾ വേറെ ഏതെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്നുണ്ടോ. അപ്പം ഇതൊക്കെ നിങ്ങൾ ക്ലയൻറ്റിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. എന്തിനിപ്പം നാളെ സുബിനോ അല്ലെങ്കിൽ ആരെങ്കിലും, ഇപ്പോൾ സുബിൻ അമ്മയുടെ കാര്യം പറഞ്ഞു, നാളെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം സുബിൻ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? അമ്മയ്ക്ക് എന്താണോ പറ്റിയിരിക്കുന്നത്, ഇപ്പോൾ മുട്ടിന് വേദന അല്ലെങ്കിൽ കൈക്ക് വേദന, അതേ അസുഖം ട്രീറ്റ് ചെയ്ത് ഭേദപ്പെട്ട ആൾക്കാരുണ്ടോ എന്ന് അമ്മേനെ കൊണ്ട് അവിടെ പോയേക്കാം. ഇതല്ലേ നോക്കുള്ളൂ.
ഇപ്പം ഞാൻ എൻ്റെ ഉദാഹരണമായിട്ട് എന്നോട് ചോദിച്ചതിന് ഞാൻ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ലല്ലോ ഞാൻ എൻ്റെ മുട്ടിൻ്റെ സർജറി ഞാൻ കോയമ്പത്തൂർ പോയത്. ഞാൻ എന്തിനാണ് അവിടെ പോയത്? സർജറി കഴിഞ്ഞ് ഗെയിമിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള പല അത്ലറ്റ്സിനെ എനിക്കറിയാവുന്നത് കോയമ്പത്തൂർ ജി കുപ്പുസ്വാമി സായിഡ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഡേവിഡ് രാജിനെ ആയിരുന്നു അന്ന് എനിക്കറിയാവുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ഒരുപാട് അത്ലറ്റ്സിനെ പുള്ളി ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഗെയിമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വേറെ ഓർത്തോ സ്പെഷ്യലിസ്റ്റുകൾ ഇല്ലാണ്ടല്ല. അപ്പം നിങ്ങളൊരു ട്രെയിനറെ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ അവരുടെ പ്രൊഫൈലിൽ നോക്കണം. ഇപ്പോൾ ചിലർ ബോഡി ബിൽഡിംഗ് കോച്ചസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയാണ് പോകണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ട്രെയിനറെ ചൂസ് ചെയ്യുക. ഇഞ്ചുറി റീഹാബിനാണ് പോകുന്നതെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നിങ്ങൾ ഞാൻ നേരത്തെ ആൾക്കാരുടെ കൺഫ്യൂഷൻ കണ്ടന്റ് ക്രിയേറ്റർ ആണോ അല്ലെങ്കിൽ നല്ല ബോഡി ഉള്ളവരുടെ അടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അവർക്ക് നോളജ് ഉള്ളൂ, ബോഡി ഉള്ളവർക്ക് എല്ലാവർക്കും നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം കണ്ടന്റിന് വേണ്ടി മാത്രം പറയണോ, അവർക്ക് നോളജ് ഉണ്ടോ? ഇത് ആൾക്കാർ നമ്മളിപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റും. പക്ഷെ ഒരു സാധാരണക്കാരന് നോക്കുമ്പോഴത്തേക്കും അയ്യോ ഈ പറഞ്ഞാൽ ഇത്രയും ഫോളോവേഴ്സ് ഇതിനെപ്പറ്റി പറയുന്നു, അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ളവരുന്ന് ക്രിയേറ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശരിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വിചാരിക്കും, ആൾക്കാരത് വിചാരിക്കുള്ളൂ. അവന് 1 മില്യൺ ഫോളോവർ ഉണ്ട്, അപ്പോൾ അവൻ പറയുന്നത് ശരിയാണ്. അപ്പം വലിയ മസിലുള്ളവരാണ് അവൻ പറയുന്നത് ശരിയാണ്. എന്നാൽ ഈ 1 മില്യൺ സെയിമാണ് ഞാൻ പറയുന്നത്. നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമുക്കതിനോടൊന്നും യാതൊരു വിരോധവും ഇല്ല. അപ്പം നമ്മുടെ അടുത്ത് പലരും വന്നിട്ട് പറയുന്നത് ഞാൻ ഇയാളുടെ ഇന്ന സംഭവം കണ്ടിട്ടാണ് പോയേ, ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണെന്നുള്ളത്. അവിടെ വ്യത്യാസം. അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും നമ്മളൊരു ആളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനർ നിങ്ങൾക്ക് ആപ്റ്റാണോ എന്നുള്ളത് അവരുടെ പ്രൊഫൈലിൽ നോക്കുക. ഇന്നിപ്പോൾ ആ പ്രൊഫൈലാണ് നമുക്ക് ഷോക്കേസ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഈ പുതിയതായിട്ട് വരുന്ന ഓരോ ട്രെയിനർമാരോടും ഞാൻ പറയുന്നത് പലർക്കും അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അതാണ് വേറൊരു കാര്യം. ഈ ചെല്ലുന്ന ട്രെയിനർ അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, പക്ഷേ ഇവിടുത്തെ പല ട്രെയിനേഴ്സ് അത് ചെയ്യില്ല. അല്ല, അതാണ് ഞാൻ ട്രെയിനർമാരോടും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ ട്രെയിനേഴ്സിനും ഒരു സൈഡ് മാത്രം നമുക്ക് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ട്രെയിനേഴ്സിനോട് എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ബിസിനസ് കൂടുതൽ കിട്ടണോ, നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നില്ല, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങളിങ്ങനെ ഇപ്പോഴും ചപ്പാത്തിയുടെയും ഓട്സിൻ്റെയും മറ്റേ ചോറിൻ്റെയും പുറകെ നടക്കുകയാണ്. അതിന് പകരം നിങ്ങൾ 4 പേരെ ട്രെയിൻ ചെയ്യും, അവരിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും, അത് നിങ്ങളെടുത്ത് പോസ്റ്റ് ചെയ്യും. ഇപ്പം മമ്മൂട്ടി മോഹൻലാലും വന്നിട്ട് പറയുകയാണ് ഇന്നേ വരെ ഒരു പടത്തിൽ ഒരു പടം പോലും പുറത്തിറങ്ങിയിട്ടില്ല, ഞാൻ ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ നടനാണ്, പക്ഷെ എൻ്റെ ആ പടം പെട്ടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആരെല്ലാം അംഗീകരിക്കുമോ? ഷോക്കേസ് ചെയ്യാൻ സാധനം വേണ്ടേ? ഇതെൻ്റെയാണ്, ഈ പടം വരച്ചത് ഞാനാണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സാധനം. അതിന് നമുക്ക് എന്ത് വേണം? ആദ്യം ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമോ, വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല ക്ലയൻസിനെ, നല്ല ഡെഡിക്കേറ്റഡ് ഉള്ള ക്ലയൻസിനെ കിട്ടണം. അപ്പം കഴിവതും ക്ലയൻസിനെ ട്രെയിൻ ചെയ്യാൻ നോക്കണം. 10-20 ക്ലയൻസിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് 4-5 നല്ല ക്ലയൻസിനെ കിട്ടും. ആ കിട്ടുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് വെച്ച് വേണം നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. ഇവിടെ അതല്ല ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും വേണ്ടത് കുറേ ഫോളോവേഴ്സും കുറേ ലൈക്കും. എന്നിട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ പകുതി കൂടുതൽ ട്രെയിനർമാരും ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വരെ പണി ഉപേക്ഷിച്ച് പോകും. കാര്യം എൻ്റെ എത്തുമ്പോൾ പൈസ വേണ്ടേ? ഇതെവിടുന്ന് വരും? എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ബിസിനസ് ആണല്ലോ, എല്ലാ പണി ഇതിനകത്ത് പറ്റും. എന്നിട്ട് അവസാനം നടക്കാതെ നിർത്തിപ്പോവും. അപ്പം ട്രെയിനേഴ്സ് ബിസിനസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാരണം ഞാൻ അങ്ങനെയാണ്, എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആ രീതിയിലാണ് വന്നത്. അതേപോലെ തന്നെ ഒരു ട്രെയിനറെ ചൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അവർക്ക് അവരുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലാതെ ഫോളോവേഴ്സിനെ മാത്രം നോക്കി കയറി കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. കാര്യം കോണ്ടന്റ് ക്രിയേഷൻ ഈസ് എൻ്റെ ഡിഫറെൻ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫുഡ് വ്ളോഗറും ഷെഫും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിയാറ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് ക്രിയാറ്റിൻ ഇങ്ങനെയാണെന്നെങ്കിരുന്ന് പറയും, പക്ഷേ ഒരു ക്ലയൻറ്റിനെ നാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡ് റിപ്പോർട്ട് നോക്കി കഴിയുമ്പം ഇയാൾക്ക് ക്രിയാറ്റിൻ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ പറ്റിയിട്ട് ഇരുന്ന് നല്ല ഡയലോഗ് അടിക്കും, ചപ്പാത്തി അങ്ങനെയാണ്, ഫാറ്റ് ഇങ്ങനെ എടുത്താൽ കൊളസ്ട്രോൾ വരും, അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ വന്ന ക്ലയൻറ്റിൻ്റെ കൊളസ്ട്രോൾ ഇത്രയുണ്ട്, ഇയാൾക്ക് എന്ത് ഡയറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിക് ഇങ്ങനെ, ടൈപ്പ് 2 ഡയബറ്റിക് ഇങ്ങനെയാന്ന് പുസ്തകത്തിലോ ഗൂഗിളിലോ തപ്പിയത് അതേപോലെ തന്നെ വന്നിരുന്ന് കുറേ വെടിയും പുകയൊക്കെ വെച്ച് നല്ല സെറ്റപ്പൊക്കെ വെച്ച് വീഡിയോ റീലെടുത്തിടാം. പക്ഷെ അങ്ങനെ ഒരു ക്ലയൻറ്റിനെ ട്രാൻസ്ഫോം ചെയ്ത് എന്നെങ്കിലും ജീവിതത്തിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ HbA1c ഒന്നോ കുറച്ച് ജീവിതത്തിൽ ഒരു ക്ലയൻറ്റിനെ മാറ്റിയിട്ടുണ്ടെങ്കിലല്ലേ ഈ പറയുന്ന ആൾക്ക് അതിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ വാല്യൂ ഉണ്ടോ? ഇല്ല. അതുപോലെ ഈ ബോഡി ബിൽഡേഴ്സിൻ്റെ അടുത്ത് ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് പോകുന്നവരോട്, കാരണം ഇപ്പം ഞാൻ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിഷ്ടമല്ലായിരുന്നു സത്യത്തിൽ ഈ ട്രെയിനിങ് പരിപാടി. എനിക്കിഷ്ടമാണ് കോമ്പറ്റീഷന് വേണ്ടി ചെയ്യിക്കാൻ, നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്യിച്ചു പോകുമല്ലോ ജിമ്മിൽ തന്നെയുള്ള, അതാണ് എനിക്കിഷ്ടമുള്ള കാര്യം. അല്ലാതെ വേറൊരു സൈഡ് ഫിറ്റ്നസ് സൈഡിലോട്ട് ട്രെയിനിങ് കൊടുക്കാൻ ഇഷ്ടമല്ല. അപ്പം ഈ ബോഡി ബിൽഡർ അടുത്ത് ഫിറ്റ്നസിന് വേണ്ടി ഒരാൾ ചെല്ലുമ്പോൾ ഉഴപ്പേ അത് കാണത്തുള്ളൂ.
എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പാറ്റേൺ കൊടുത്തു വിടും. ആ ഒരു സൈഡും ഉണ്ട്. അതും കോമൺ ഒരു പ്രശ്നമാണ് ഇപ്പോൾ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, കാരണം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈലാണ് എല്ലാം. ഇപ്പം ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഹാനി റാംബോർഡിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ആരെങ്കിലും ഹാനി റാംബോർഡിനെ അപ്രോച്ച് ചെയ്യുമോ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ്റ്റർ ഒളിമ്പിയകളെ ഉണ്ടാക്കിയിട്ടുള്ളതും പ്രോകാർഡ് ഹോൾഡേഴ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളതും പുള്ളിയാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് ആരെങ്കിലും, സാറേ എനിക്കൊരു 350 കൊളസ്ട്രോൾ ഉണ്ട്, എൻ്റെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നാളെ എനിക്ക് ട്രെയിനിങ് തരുമെന്ന് ആരെങ്കിലും ചോദിക്കാൻ തോന്നൂല അല്ലേ? ചോദിക്കാൻ തോന്നില്ല. കാര്യം വെച്ചാൽ പുള്ളിയുടെ മേഖല അതാണ്. ഇപ്പോൾ ഒരു ഓർത്തോ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ആരെല്ലാം പോയിട്ട് പനിക്ക് മരുന്ന് മേടിക്കാനായിട്ട് ആരെല്ലാം ഒരു ഓർത്തോയുടെ അടുത്ത് പോകും. അപ്പോൾ ഓരോ ആൾക്കാർക്കും അതിൻ്റേതായ സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഇഷ്ടം പോലെ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങളുണ്ടായ ഒരു കോൺവെർസേഷനകത്ത് ഒരു ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, വിജോബി ഞങ്ങൾ എല്ലാ മേഖലയും പറ്റി പഠിക്കുന്ന ആൾക്കാരല്ല. ഞാൻ ഡോക്ടറാണ്, എനിക്കെന്തെങ്കിലും വേറെ ഏതെങ്കിലും ഇതുമായിട്ടുള്ളൊരു അസുഖം വരുമ്പോൾ ഞാൻ കാണാൻ പോകുന്നത് ഇന്ന ആളെയാണ്. ഇപ്പം എൻ്റെ ക്ലയൻ്റായിട്ടുള്ള ഡോക്ടറിൻ്റെ തൈറോയ്ഡ് പ്രൊഫൈലിനകത്ത് വ്യത്യാസമുണ്ട്. പുള്ളി കാണാൻ പോകുന്നത് വേറൊരു എൻഡോക്രൈനോളജിസ്റ്റിനെയാണ്. അപ്പോൾ പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളിയുടെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകണം ഇന്ന സ്ഥലത്ത് പോകും. പക്ഷേ പുള്ളി ഒരു ഡോക്ടറാണ്. അപ്പം ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണല്ലോ പല ഡോക്ടർമാരുള്ളത്, ഓരോന്നിനും ചികിത്സിക്കാൻ. അതേപോലെ തന്നെ ട്രെയിനേഴ്സിൻ്റെ കാര്യം. പക്ഷേ പല ഡോക്ടർമാരും ഈ ഡയറ്റിനെതിരെ പറഞ്ഞാൽ നമ്മൾ ഈ പ്രോട്ടീൻ കൺസപ്ഷൻ കൊണ്ടുവരുന്നതിനെതിരെ. ഇപ്പം നമ്മൾ 3 മുട്ട അല്ല 5 മുട്ട, ബേസിക്കായിട്ട് ഞാൻ പറയാം, 5 മുട്ട എക്സ്പീരിയൻസ് കഴിക്കുമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അത്രയൊന്നും കഴിക്കരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ്, ഈ പല ഡ്രഗ്സിൻ്റെയും പേര് പോലും അവർക്ക് അറിയില്ല, എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. കാര്യം അവരിതിനെപ്പറ്റി പഠിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ബേസിക് ഡയറ്റാ. ഒരാൾ ഇത്ര പോലും, ഞാൻ പറയുന്നത് ഏറ്റവും 5 മുട്ടയുടെ കാര്യത്തിൽ പോലും എതിർത്ത ഡോക്ടർമാരുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇപ്പം ഈ മുട്ടയുടെ കാര്യം പറഞ്ഞതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ട്രെയിൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് അത്യാവശ്യം ഓൺ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അവരുടെ അടുത്ത് നമ്മൾ ഈ 5-6 മുട്ട എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ സജസ്റ്റ് ചെയ്ത് പല ഡോക്ടേഴ്സിനും നമ്മുടെ അടുത്തേക്ക് വിടും. എടാ നീ ഇന്ന പുള്ളിയുടെ അടുത്ത് പോയി ട്രെയിൻ ചെയ്യും എന്ന് പറയും. അപ്പം വരുന്നതിന് മുമ്പ് ഈ വരാൻ പോകുന്ന ഒരാളുടെ ഐഡിയ തരുമ്പോഴേ ഡോക്ടർ പറയും, എടാ ഞാൻ ഇവൻ്റെ അടുത്ത് ഒരു 4 മുട്ട വെച്ച് കഴിക്കാൻ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, അതുപോലെ അവൻ കഴിക്കുന്നില്ല, അതുകൊണ്ട് നീ അവനെ പറഞ്ഞ് എങ്ങനെയാലും ഒന്ന് കൺവിൻസ് ചെയ്ത് റെഡിയാക്കണം എന്ന്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എല്ലാത്തിനെ പറ്റി അറിയില്ല. അവർക്കും ന്യൂട്രീഷനെ പറ്റിയിട്ട് അത്ര വലിയ കാര്യമായിട്ട് അറിയില്ല. അവരത്രയും വലിയ ഇൻഡെപ്ത് ആയിട്ട് ന്യൂട്രീഷനെ പറ്റി പഠിക്കുന്നില്ല. ഡോക്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ ഒരു ഫിറ്റ്നസ് കാര്യം വന്നാൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അറിയാലോ, ജിമ്മിൽ പോകണ്ട. ഫസ്റ്റ് പറയുന്നത് എന്ത് പ്രശ്നമായിട്ട് പോയാലും പറയുന്നത് ഒരാഴ്ച ജിമ്മിൽ പോകണ്ട. അതിന്റെ കാരണം എന്താണെന്ന് അവർ പറയുന്നില്ല. അതിപ്പോൾ BP-യുടെ പ്രശ്നമാണെങ്കിലും ജിമ്മിൽ പോകേണ്ട ഒരാഴ്ച, അല്ലാതെ ഇപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് കൂടിയാലും ജിമ്മിൽ പോകേണ്ട കുറച്ച് ദിവസം, ഇത് തന്നെ പറയുന്നത്. അത് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ചില ട്രെയിനേഴ്സ് നമ്മുടെ നാട്ടിലെ അതിനകത്ത് ചിലപ്പോൾ ട്രെയിനേഴ്സും ഉണ്ട്. അതായത് ഇപ്പം നടുവേദനയാണ്, അയ്യോ ജിമ്മിൽ വേണ്ട കേട്ടോ, അതിന് പകരം നടുവേദനയാണോ, ഓക്കെ, ഏത് എക്സസൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആ നടുവേദന കൂടുന്നത് അല്ലെ ട്രിഗർ ചെയ്യുന്നത്, ഏത് പെർട്ടിക്കുലർ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്, ഓക്കെ, നമുക്ക് ആ എക്സസൈസിനെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഏരിയ നിങ്ങൾക്ക് സ്ട്രെങ്തനിങ് ചെയ്യാം, ഇന്ന പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നടുവേദന വരുന്നത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ എക്സസൈസിനെ മോഡിഫൈ ചെയ്ത് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്, അല്ലാതെ ഫുള്ള് റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല, പെയിനാണ്, ആ ഒരു സാഹചര്യത്തിൽ ഓക്കെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ റെസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. അതല്ലാതെ ഒരു സ്ഥലത്തൊരു ചെറിയൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് ജീവിതകാലം നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ വീക്കായി ഉള്ള മസിലും പോയി എല്ലാം പോവും. ഇതേപോലെ തന്നെ പറയുന്ന ഡോക്ടർമാരും ഉണ്ട്, ട്രെയിനേഴ്സും ഉണ്ട്. പക്ഷെ അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും ഇത്തരത്തിൽ പറയില്ല. ഈ ഒരു സാധാരണക്കാരന് നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ മിക്സ് ഉള്ളത് ഫിറ്റ്നസ്സിലാണല്ലോ. ഒരു സാധാരണക്കാരൻ ഡോക്ടർ എടുത്ത് പോകുമ്പോൾ അയ്യോ അത് ചെയ്യരുത് ഇതാ പറഞ്ഞോണ്ടിരിക്കും. അല്ല, അതിനകത്ത് പൊതുവേ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഡോക്ടറിനേക്കാളും അറിവായിരിക്കും നിനക്കെന്ന് പറയും. ഇപ്പോൾ അതിനകത്തൊരു ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ട്രെയിനറാണ്. അതേപോലെ ഞാനൊരു എന്താ പറയുക, ന്യൂട്രീഷനും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള എൻ്റെ ക്ലയൻസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലയൻസ് ഉണ്ട് എനിക്ക്, ഓക്കെ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലയൻസ്. അതിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഡോക്ടർ അയച്ചേക്കുന്ന ഒരു 2 മിനിറ്റുള്ള വോയിസ് മെസ്സേജ് ഉണ്ട് എൻ്റെ. ആ വോയിസ് മെസ്സേജാണ് സാധാരണ ഞാൻ വർക്ക്ഷോപ്പ് എടുക്കാൻ പോകുമ്പോഴും ട്രെയിനേഴ്സിനെയൊക്കെ കേൾപ്പിക്കുന്നത്. പൊതുവെ സമൂഹത്തിൽ പറയുന്നത് എന്താണ്, 2 കിഡ്നിയും അടിച്ചു പോകും, അല്ലെങ്കിൽ നിൻ്റെ ലിവർ അടിച്ചു പോകും, എല്ലാം അടിച്ചു പോകും എന്ത് വേ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ, ഓക്കെ. അപ്പോൾ 2 കിഡ്നിയും പോയി അമ്മയുടെയോ പെങ്ങളുടെയോ ഒക്കെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത് വേ പ്രോട്ടീനാണ്. അപ്പോൾ കിഡ്നി പോയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത്
വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത് വേ പ്രോട്ടീനാണ്. അപ്പോഴാണ് നമ്മുടെ ആൾക്കാർ കിഡ്നി വേ പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ക്ലയൻസ് എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇവർക്ക് ഡോക്ടറിൻ്റെ കൺസെൻറ്റ് ലെറ്റർ സൈൻ ചെയ്ത് മേടിച്ച് അവർക്ക് ഞാനൊരു ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് ഞാൻ ഈ തന്നിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് അതിനകത്തുള്ള മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഫോളോ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതിലൊരു ഡോക്ടർ എനിക്ക് അയച്ചേക്കുന്ന വോയിസ് മെസ്സേജ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ 2.5 മിനിറ്റുള്ള വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു ട്രെയിനർ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടുന്നൊരു പ്രൗഡ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്നൊരു ഫീല്, നമ്മളത് എത്രയും കാര്യമായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേ പ്രോട്ടീനിൽ നിന്ന് വരുന്ന പ്രോട്ടീനും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീനും നിങ്ങളുടെ ബോഡി വെയ്റ്റിന് വേണ്ട രീതിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ ടോപ്പിക്കിൽ എത്തിയിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം, സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം. പക്ഷേ ജെനുവിൻ നല്ല പ്രൊഡക്റ്റ് നല്ല സ്ഥലത്ത് നിന്ന് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ ഈയിടെ വന്ന കുറേ റിപ്പോർട്ട്സിൽ ഇന്ത്യയിലുള്ള കുറേ വേ പ്രോട്ടീൻ എല്ലാം 75% ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അത് ഇന്നലെയും കൂടെ കഴിഞ്ഞ ദിവസം ഈ അടുത്ത് വന്ന് ഇന്നലെയും കൂടെ ഇപ്പം ഞാൻ ഡെന്നീസിൻ്റെ കുറേ പോസ്റ്റ്, ഇപ്പോൾ ഡെന്നീസ് തോമസ് എൻ്റെ ഫ്രണ്ട്സ് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും, നിബുൻ, ഡെന്നീസ്, പുന്നൻ, പലരും ഉണ്ട് കേട്ടോ. പലരും പറഞ്ഞു വരുവാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും പെട്ടെന്ന് പേരുകൾ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേരുകൾ ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്നലെ കൂടെ കുറച്ച് സ്റ്റോറീസ് ഞാൻ കണ്ട സമയത്ത് ഞാനും ഡെന്നീസും കൂടി ഇന്നലെ രാത്രി എൻ്റെ ഒരു കോൺവെർസേഷൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരു കണ്ടൻറ്റ് അങ്ങ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ട് അങ്ങോട്ട് പിന്നെ റീൽസിൻ്റെ ബഹളമാണ് ആൾക്കാർ. എന്നാൽ ഇത് എന്തിനു വേണ്ടി നടത്തിയ പഠനമാണ്, ഇതെന്താണ് ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കിപ്പോഴും ഈ 36 പ്രൊഡക്റ്റ് അതിൻ്റെ ലേബലിങ്ങിൽ പ്രശ്നമുണ്ട് എന്നിവർ പറയുമ്പോഴും അതിൽ ഓൾറെഡി നമ്മുടെ ഫസായുടെ സീലും കാര്യങ്ങളൊക്കെ വരികയും അത് ഫസായുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ സ്റ്റഡീസിൻ്റെ പഠനങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിസ്ലേബലിംഗ് കാര്യങ്ങളെല്ലാം മിസ്ലേബലിംഗ് ആണ് അതിനകത്ത്. അതേപോലെ തന്നെ ടോക്സിസിറ്റി ഉള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാൻ അതിൻ്റെ ഫുൾ ഇൻഡെപ്തായിട്ട് മൊത്തത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. ഈ പറയുന്ന ഡോക്ടർ ഇവരിത് കളക്ട് ചെയ്തത് എവിടുന്നാണ് എന്നുള്ളത്, ഇവർ ഈ പ്രൊഡക്ട്സ് എവിടുന്നാണ് ഇവർ പർച്ചേസ് ചെയ്തതെന്നുള്ളതും കൂടെ, ആ വാങ്ങിച്ച പ്രൊഡക്ട്സിൻ്റെ ജെനുവിനിറ്റിയും കൂടെ നമ്മൾ നോക്കണ്ടേ. ഇവർ പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, അത്രയും ഓതൻറ്റിക് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്നാണോ ഇവരത് വാങ്ങിച്ചത് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണ്ടേ. മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ എന്തോ ഒരു സപ്ലിമെൻറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത്. അത് ആ വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയോ വർഷം. ഞാൻ തന്നെ എത്രയോ റീലും വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ എത്രയൊക്കെ സ്ഥലങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ പിടിച്ചേക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ലേബലിംഗ് ചെയ്ത് വരുന്ന സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ 36 ഇവർ 36 പ്രൊഡക്ട്സ് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി അതിനകത്ത് മിസ്ലേബലിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അൾട്ടിമേറ്റ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പാന്ന് തോന്നുന്നു ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ ആൾക്കാർ ഈ സപ്ലിമെൻറ്റിൻ്റെ പുറകെ കിടന്ന് ഓടുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്തിനാണ് സപ്ലിമെൻറ്റ്. ഏതെങ്കിലും ഒരാൾ കാര്യം എല്ലാം പെട്ടെന്ന് വേണം, അല്ല ആദ്യം എന്താണ് സപ്ലിമെൻ്റ് എന്നുള്ളത് എല്ലാം പെട്ടെന്ന് വേണം. എന്നാൽ ഈ സപ്ലിമെൻ്റ് എന്തിനാണ് കഴിക്കുന്നത്? ഇപ്പോൾ ഞാനും സുബിനും ഇപ്പോൾ ഇവിടെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നു. നമുക്കധികം ബ്രേക്കില്ല, കഴിക്കാൻ പോകാനായിട്ട് സമയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6-7 മുട്ടയുടെ ഓംലെറ്റ് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ഗ്രിൽ ചിക്കൻ കൊണ്ടുവന്ന് വെച്ചു, അല്ലെങ്കിൽ ഫിഷ് ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ട്, അത് കഴിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കും. നേരെ മറിച്ച് നമുക്ക് 2 പേർക്ക് ഒരു പ്രോട്ടീൻ മീല് കഴിക്കാൻ സമയമായി, എടുക്കാൻ മാർഗ്ഗമില്ല. അത് ഇവിടെ സൈഡിൽ ഷേക്കറിനകത്ത് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ ഇട്ട് വെച്ചിട്ടുണ്ട്, കലക്കുക, കുടിക്കുക. ഈ കിട്ടുന്ന സെയിം എമൗണ്ട് ഓഫ് പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന സാധനം. അതിന് പകരം ഇതേ പർട്ടിക്കുലർ പ്രോട്ടീൻ കഴിച്ചാൽ നിനക്ക് ഇത്രയും കിട്ടുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആ ട്രെയിനർ അല്ലെങ്കിൽ അത് കച്ചവടം ചെയ്യുന്നവൻ അവൻ്റെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്നോട് എൻ്റെ അടുത്ത് ഞാൻ വിശ്വസിച്ച് സപ്ലിമെൻറ്റ് മേടിക്കുന്ന ദുബായിലുള്ള ഒരു സ്റ്റോറുണ്ട്, ഞാൻ പുള്ളിയുടെ അടുത്താണ് മേടിക്കാറ്. ഞാൻ ഇന്നേ ഒരു ലാബ് ടെസ്റ്റിനോ ഒന്നിനും പോയിട്ടില്ല. എന്നെങ്കിലും എനിക്കൊരു വിഷയം വരുവാണെങ്കിൽ ഞാനത് പറയുകയും ചെയ്യും, ഞാനത് പറയുന്ന ആളുമാണ്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിക്കുന്നവരോടെ ഞാൻ പറയുള്ളൂ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി മേടിച്ചോളാം, ഞാൻ അവിടെ നിന്നാണ് മേടിക്കാറ് എന്നുള്ളത്. എനിക്ക് സ്വന്തമായിട്ടൊരു പ്രോട്ടീൻ ബ്രാൻഡില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരും വിചാരിക്കരുത് ഞാൻ സപ്ലിമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം. എനിക്ക് സ്വന്തം ബ്രാൻഡില്ല, എൻ്റെ പേരിലൊരു ബ്രാൻഡ് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ 2 ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ആ 2 ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞാൻ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇഷ്ടംപോലെ സപ്ലിമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് പ്രൊമോട്ട് ചെയ്താൽ ഏതൊക്കെ ബ്രാൻഡ് നമുക്ക് കാശ് തരും.
ശരിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഏതാണ്, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് എവിടുന്ന് വാങ്ങാൻ ഇപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സപ്ലിമെൻ്റ് നമുക്ക് പറയേണ്ട കാര്യം പോലും ഇല്ല. എസെൻഷ്യൽ ആയിട്ട് ഇത് എടുക്കണം എന്നുള്ളത് കോമൺ പീപ്പിൾ എസെൻഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു 100 സപ്ലിമെന്റ് അത് വേണം ഇത് വേണം, എസെൻഷ്യൽ ആയിട്ട് നമ്മളത് എടുക്കണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഒരു ഫിറ്റ്നസ് ഗോളിൻ്റെ കാര്യം പറയുമ്പം. പക്ഷേ ഈ പറയുന്നത് പോലെ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ വേ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞതുപോലെ എസെൻഷ്യൽ എന്നുള്ള ടൈം ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഇതിന്റെ കാര്യമുള്ളൂ, അല്ലാതെ ഈ എല്ലാ സപ്ലിമെന്റ്സും ഒരിക്കലുമില്ല. ഞാൻ ക്രിയാറ്റിനോ അല്ലെങ്കിൽ ഒരു വേ പ്രോട്ടീൻ അങ്ങനെ. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയണം, ഞാൻ എൻ്റെ ക്ലയൻസിനെ സജസ്റ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ് പറയും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും നാളെ എൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും അതുപോലെ സുബിനിപ്പ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഇത്രയും വർഷങ്ങളായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഞാൻ ആകെ സജസ്റ്റ് ചെയ്തിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ, അവരുടെ പ്രോട്ടീൻ ഇൻടേക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചേട്ടാ എനിക്ക് വേ പ്രോട്ടീൻ വേണ്ട, ഞാൻ ആ സ്ഥലത്ത് മുട്ട കഴിച്ചോളാം, അല്ല ആ സ്ഥലത്ത് ചിക്കൻ കഴിച്ചോളാം എന്ന് പറയുന്നവരടുത്ത് ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കത് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല. ആകെ പിന്നെ പറയുന്നത് ഒമേഗ, മൾട്ടി വൈറ്റമിൻ. ഇനി നിങ്ങൾ നല്ലപോലെ ഫ്രൂട്ട്സും പച്ചക്കറിയും സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി വൈറ്റമിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആൾക്കാർ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യം. അപ്പം ഇത് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ 99% ആൾക്കാരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. ഞാനിപ്പോൾ ഇത്രയും ബ്ലഡ് റിപ്പോർട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഓൺ ലെവലിലെങ്കിലും വരുന്നത്, അതായത് സഫീഷ്യൻ്റ് ആയിട്ടെങ്കിലും വരുന്ന ആൾക്കാർ. ബാക്കി എല്ലാം ഡെഫിഷ്യൻസിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഓരോ ആൾക്കാരുടെയും ബ്ലഡ് റിപ്പോർട്ട് നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെ കുറവ് കാര്യങ്ങളുണ്ടെന്ന് നോക്കി അത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സിങ്ക്, മാഗ്നീഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ക്രിയാറ്റിൻ, ഇപ്പോൾ ഇവൻ നല്ലപോലെ നോൺ വെജ് കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ്റെ കാര്യം തന്നെ ഇല്ല. പിന്നെ ഇതെല്ലാം ഓരോ ഗോളിനനുസരിച്ചാണ്. ഇതൊന്നും ഡൗട്ട് വരുന്നത്, ഈയിടെ ഞാനും ഇതും കൂടെ ഒരു ലൈവ് പോയി, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ക്രിയാറ്റിനെ പറ്റി. അതെനിക്കറിയില്ല, ഇപ്പോൾ ക്രിയാറ്റിൻ ട്രെൻഡിങ് ആണോ? അല്ല, ക്രിയാറ്റിൻ ട്രെൻഡിങ് ആവുന്നതുകൊണ്ടല്ല. അല്ല, ക്രിയാറ്റിൻ അത് ട്രെൻഡിങ് ആവുന്നതുകൊണ്ടല്ല സുബിനെ. അതായത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഇടയിലേക്ക്, അല്ല ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ഇടയിൽ ബിറ്റ് കോയിൻ അങ്ങ് ട്രെൻഡിങ് ആയി വന്നില്ലേ, ഒരു സാധനം കൊണ്ടുവന്ന് ഇടുവാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് കുറച്ച് നാളായിട്ട് എൻ്റെയിലും കിടപ്പുണ്ട് അവരുടെ ഇമെയിൽ. അപ്പോൾ ആൾക്കാർക്ക്, പ്രേക്ഷകർക്കും വേണമെങ്കിൽ തോന്നാം എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല എന്ന്. സുബിനെ എല്ലാ ഇൻഫ്ലുവൻസർമാരുടെയും യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരുടെയും എല്ലാവരുടെയും വരുമാന മാർഗം എന്ന് പറയുന്നത് ട്രെയിനിങ്ങിനും മറ്റുള്ളതിനും പുറത്തേക്ക് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് വീഡിയോസും ബ്രാൻഡ് അംബാസഡർ ആവുക, അല്ലെങ്കിൽ ബ്രാൻഡിനെ കൊളാബ് ചെയ്യുക, ഇതൊക്കെയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ചൈനയിൽ നിന്നൊക്കെ പില്ലോ, ബെഡ്, മിക്സി, ഗ്രൈൻഡർ. എൻ്റെ വൈഫ് ചില സമയത്ത് ചോദിക്കും, ഈ ഇമെയിൽ കാണാൻ നേരത്തെ കൊളാബറേഷൻ എന്നും പറഞ്ഞ് ചൈനയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരാൻ നേരത്തെ ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ബെഡിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് ചായം കാണിക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് അല്ലാത്ത ഒരു സാധനം ഞാൻ ഏറ്റുപിടിക്കാറില്ല. അതും ക്രെഡിബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് വന്നാലേ ഞാൻ അവരുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണെന്ന് തന്നെ ഞാൻ സംസാരിക്കാറുള്ളൂ. അപ്പം നമ്മളത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ദൈവം സഹായിച്ച ഓൺലൈൻ ക്ലയൻസ് ഉണ്ട്. എനിക്കൊരു നല്ല എൻ്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. അത് വെച്ച് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ കുറച്ച് PT ക്ലയൻസും ഉണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നതെല്ലാം തന്നെ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു സൈഡിൽ ഉള്ള ഒരു സംഭവം മാത്രമാണ് ഇതെല്ലാം. അപ്പം ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ക്രിയാറ്റിനിലുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആൾക്കാരെ എൻഡോസ് ചെയ്തിട്ട് സുബിനങ്ങ് തരികയാണ് ഒരു റിപ്പോർട്ട്. എന്നിട്ട് സുബിനെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കുകയാണ്, ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ ക്രിയാറ്റിനകത്തും ഞാൻ ഇന്നിന്ന ടോക്സിസിറ്റി കണ്ടുപിടിച്ച്, ഞാൻ ഇന്നിന്ന സാധനങ്ങൾ കണ്ടുപിടിച്ച്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ക്രിയാറ്റിനിൽ മാത്രമേ ക്രിയാറ്റിൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെല്ലാവരുടെ വന്ന് ഇതുപോലെ അങ്ങ് പറയുകയാണ്. അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്, എൻ്റെ ഫിറ്റ്നസ്സിനെ കാണുകയും സ്നേഹിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതേ ഡയലോഗ് നാളെ ഞാൻ അവരുടെ അടുത്ത് അടിച്ച് അവരും വിശ്വസിക്കും. ഇതാണ് പ്രശ്നം. ഇപ്പൊ ചേട്ടൻ ഇവിടെ ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് ഞാനൊരു ബ്രാൻഡിൻ്റെ പേര് വേണ്ടാത്തത് കൊണ്ടാണ്. ഇന്നലെ ഞാൻ അക്കാഡമി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പിള്ളേർ ചോദിച്ചു, ചേട്ടാ ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രാൻഡിൻ്റെ പേര് ഞാൻ ഒരു സ്ഥലത്തും പറയില്ല. കാര്യം ഞാൻ പല ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ വേ പ്രോട്ടീൻ 3-4 ഫ്ലേവറിൽ ഓട്ട് മീലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ബ്രാൻഡും ഇരിപ്പുണ്ട്.
ഇതൊക്കെ ലാബ് ടെസ്റ്റ് ചെയ്ത് മേടിച്ചാണെന്ന് വെച്ചാൽ അല്ല. നമ്മളൊരു വിശ്വാസം കൊണ്ട് നമുക്ക് ജെനുവിനാണെന്ന് തോന്നുന്നൊരു സ്ഥലത്ത് പോയി നമ്മൾ മേടിക്കുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അല്ലാതെ നമ്മളിന്ന് ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കി മേടിക്കാനാണെങ്കിൽ ഇന്ന് വരുന്ന മീനും ചിക്കനും മുട്ടയും ബീഫും എല്ലാം നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ജെനുവിനായിട്ട് നമ്മൾ നോക്കുവാണെന്നീ. കാരണം ക്വാളിറ്റി ഓഫ് ഫുഡിന് വ്യത്യാസം. നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കുന്നത് ദുബായ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു മാറ്റങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഒരു പരുവത്തിന് കുറച്ച് സാധനം കൊടുത്തിട്ട് അങ്ങ് ചെയ്യിക്കുകയാണ്. കുറച്ച് ഫോളോവേഴ്സ് എവിടുന്ന് പൊങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു മെയിൽ അങ്ങ് അയക്കുകയാണ്, അതെ ഈ മാസം ഇത്ര രൂപയുടെ സപ്ലിമെൻറ്റ് തരാം കേട്ടോ. കാരണം ഞാൻ കൊല്ലം എത്രയായി പണി തുടങ്ങി, 2019 ചാനൽ തുടങ്ങി അന്ന് തൊട്ട് നമുക്ക് വരുന്നതായി മെയിലുകൾ. അപ്പോൾ നമ്മളത് ഏറ്റുപിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. പക്ഷേ ഞാൻ അന്നും ഇന്നും പറയുന്നത്, ഞാൻ ഇത്രയും കാലമായിട്ട് ഞാനൊരു മാസ് ഗെയിനർ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതി മാസ് ഗെയിനർ വിഷമാണോ? അല്ല. മാസ് ഗെയിനർ കഴിച്ചു എന്ന് കരുതി ഇവിടെ ആരും ചത്തുപോകുന്നുമില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ആയിട്ട് അതിനകത്ത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, മലയാളികളുടെ അടുക്കളയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചക്ക, മാങ്ങ, തേങ്ങ, കപ്പ, ചോറ്, കാച്ചിൽ തൊട്ട് പുഴുങ്ങി വെച്ച് തൊട്ടുള്ള എല്ലാ സാധനം ഇതെല്ലാം കാർബാണ്. പിന്നെ അത് പൗഡർ ഫോമിൽ വരുമോ, അതിനകത്ത് കുറേ മധുരവും കൂടെ വാരിപ്പെറുക്കിയിട്ട് ഇത് പിന്നെ എന്താ നമ്മൾ ഡെപ്പയിൽ കാശ് കൊടുത്ത് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് ക്രിയാറ്റിൻ ജിമ്മിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബാസ്കറ്റ് എടുക്കട്ടെ എന്ന് വെച്ചാൽ എത്ര പേര് എനിക്ക് വിശ്വസിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവിടെ ആൾക്കാരെ റൈറ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, നിങ്ങൾ ഇത് എടുത്താൽ മതി, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത് പറയാമെന്നുള്ളതാണ്. അപ്പം സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ക്ലയൻസിന് സജസ്റ്റ് ചെയ്യുന്ന ഇത്രയും സപ്ലിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചെങ്കിലും പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാറ്റ് ബേണർ എന്ന് പറയുന്നതാണ് യുഹിംബൈൻ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, അതും ഈ കോമ്പറ്റീഷൻ പ്രെപ്പൊക്കെ ചെയ്യുമ്പം, അതായത് നാച്ചുറൽ കോമ്പറ്റീഷൻ പ്രെപ്പ് ചെയ്യുമ്പം, സ്റ്റിറോയിഡ്സ് ലെവലിലല്ല അവർക്ക് യുഹിംബൈൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കോമ്പറ്റീഷൻ പ്രെപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ WNBF അല്ലെങ്കിൽ ICN ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് പറയാം, ബ്രോ എനിക്ക് നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ലാസ്റ്റ് അവരുടെ ഒരു ഫിനിഷിങ് സ്റ്റേജിലൊക്കെ യുഹിംബൈൻ പോലുള്ള ഏതെങ്കിലും ഒരു ഫാറ്റ് ബേണർ സപ്ലിമെൻറ്റ് കൊടുത്താലായി. അതല്ലാതെ വേറൊരു സാധനം നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ പുറമെ വേ പ്രോട്ടീൻ, ക്രിയാറ്റിൻ, BCAA, EAA, HMB, എലാർജിനിൻ, അമിനോ ക്യാപ്സ്യൂൾ, അമിനോ, ഇങ്ങനെ അലമാരി തുറന്ന് അടുക്കളയിൽ മറ്റേ തുറന്ന മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇളക്കി വെച്ചേക്കും പോലെയാണ് ഒരാളുടെ കബേർഡ് തുറന്നാൽ താഴോട്ട് സാധനങ്ങൾ ഇരിക്കുന്നത്. എന്തിനാ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നത്? എന്നാൽ ഇത് എത്ര കാലം നമ്മൾ ഇതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യും? ഒരു ആൾക്കാർ സപ്ലിമെന്റിന് കാശ് കണക്ക് മേടിക്കും, ഫുഡ് കഴിക്കും, വർക്കൗട്ട് ചെയ്യില്ല. ഫുഡും കഴിക്കില്ലല്ലോ, ഫുഡും കഴിക്കില്ല, സപ്ലിമെന്റ് മാത്രം. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം വേ പ്രോട്ടീൻ ഒരാൾ 4 സ്കൂപ്പോ 5 സ്കൂപ്പ് വേ പ്രോട്ടീൻ ഒരു ദിവസം ഒരാൾ കഴിച്ച ഒരാൾ ചത്തുപോകുന്നില്ല. പക്ഷേ സുബിൻ എൻ്റെ ഏത് ഓൺലൈൻ ക്ലയൻറ്റിനെ വേണമെങ്കിലും വിളിച്ചു ചോദിക്കൂ, ഞാൻ മാക്സിമം അവരോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങേയറ്റം ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ വന്നാൽ അങ്ങേയറ്റം 3 സ്കൂപ്പ്, അങ്ങേയറ്റം, അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ കഴിക്കരുതെന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്കത് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. എന്തിനാ രാവിലെ എഴുന്നേറ്റ് 3 മുട്ട ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഈ ചിക്കനൊക്കെ കുത്തിപ്പറിച്ച് കഴിക്കാൻ പോകുന്നത്, ഇത് കലക്കി കുടിച്ചിട്ട് പോയാൽ പോരെന്ന് പറയും. അപ്പോൾ അവർക്കത് ഈസി. രാവിലെ എഴുന്നേറ്റിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള മടി കാരണം ഓട്സ്, ഏത്തക്ക, വേ പ്രോട്ടീൻ, അപ്പം സ്ഥിരം അതാക്കും ആൾക്കാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നാച്ചുറൽ ഫുഡിൽ നിന്ന് നമ്മൾ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത്, ഈ പറയുന്ന 36 പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ എടുത്ത് ഈ ഒരു ടെസ്റ്റ് നടത്തിയത്, അതിനകത്ത് എന്തെങ്കിലും ഈ പറയുന്ന പോലെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും. പക്ഷേ അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ഇതായിരിക്കാം. അതായത് സപ്ലിമെൻറ്റിൻ്റെ പുറകെ പോവാതെയും നമുക്ക് നല്ലൊരു ശരീരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എടുക്കുന്നത് 3 gram per kg ആണ്. കാരണം ഞാനൊരു കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പബ്ലിക്കായിട്ടൊക്കെ ഞാൻ പറഞ്ഞേക്കുന്ന ആളാണ്, ഐ ആം യൂസിങ് സ്റ്റിറോയിഡ്സ് വെൻ ഐ ആം ഗോയിങ് ഫോർ കോമ്പറ്റീഷൻ. അത് മലയാളത്തിൽ ആദ്യമായിട്ട് തുറന്നു പറഞ്ഞ വ്യക്തി ഞാൻ തന്നെയാണ്. വേറെ ആരും ഇന്നേവരെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം പല ആൾക്കാരും അതെ. അപ്പോൾ അതിനുശേഷം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും തുറന്നു പറയാൻ ശ്രമിച്ചതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ തെറ്റിദ്ധാരണകൾ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്നത് 3 gram ആണ്. ഇപ്പോൾ എനിക്ക് 300 gram പ്രോട്ടീൻ ഒരു ദിവസം വേണം. ഞാൻ 108 കിലോ ഉണ്ട്. ഇപ്പോൾ 120 സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഒരു 10 കിലോ കുറച്ചു. ഇപ്പം 12 കിലോ ഇപ്പോൾ കുറച്ചു. ഇന്നലെ ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ 108 കിലോ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം 300 gram പ്രോട്ടീന് പുറത്ത് കാണും. ഈ 300 gram പ്രോട്ടീൻ എനിക്ക് ഒരു ദിവസം 7 മീല് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്ന എനിക്ക് ഫുഡിൽ നിന്ന് തന്നെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ വൈകുന്നേരം ചിലപ്പം 3-4 സെഷനൊക്കെ ബാക്ക് ടു ബാക്ക് ഓൺലൈൻ്റെ ഇടയ്ക്ക് പോയി ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം വൈകുന്നേരത്തെ ഒരു മീലും രാവിലത്തെ ഒരു മീലും ഞാൻ എടുക്കുന്നത് വേ പ്രോട്ടീനാണ്. ചിലപ്പോൾ അഡീഷണലായിട്ട് ചിലപ്പോൾ പിന്നെ എടുക്കും,
ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനും കൂടെ. അപ്പോൾ അത് എൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഗോൾ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ബോഡി വെയ്റ്റിന് ഒരു 1.5 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം പ്രോട്ടീൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 മീല് മാന്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുക അവർക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ എന്തോരം ക്ലയൻസ് ഉണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേ പ്രോട്ടീന് ഡയറി പ്രൊഡക്ട്സ് കഴിക്കില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവർ മുട്ട കഴിക്കും. മുട്ടയും ബാക്കിയുള്ള തട്ടുമുട്ട് സാധനങ്ങൾ വെച്ചിട്ട് അവർ പ്രോട്ടീൻ മീറ്റ് ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം നല്ല ഫിസിക്കും ഉണ്ട്, അപ്പോൾ ഒരു വേ പ്രോട്ടീൻ കഴിക്കുന്നില്ല. ഈ സപ്ലിമെന്റ്സ് ജെന്യൂൻ ആയിട്ട് ആൾക്കാർക്ക് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും? സപ്ലിമെന്റ്സ് ഓൺലൈൻ സ്റ്റോർസ് കുറേ ഉണ്ട്, ഷോപ്സ്. സപ്ലിമെന്റ്സ് ജെന്യൂൻ ആയിട്ട് എവിടെ നിന്ന് മേടിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ളത് അതാത് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മൈ പ്രോട്ടീൻ്റെ സാധനം മേടിക്കുകയാണെങ്കിൽ മൈ പ്രോട്ടീൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാൻ നോക്കുക. എന്നാലും ചില സമയങ്ങളിൽ പൊട്ടിയതും ചീറ്റിയതും സീല് പോയതും ഒക്കെ കിട്ടും. അപ്പോൾ തിരിച്ചയക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറ്റങ്ങളും കുറവുകളും നികത്തി എല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. കാര്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഒമേഗയൊക്കെ കിട്ടിയ സമയത്ത് അതിനകത്ത് പല ഗുളികയും പൊട്ടിക്കിടന്നിട്ട് കംപ്ലീറ്റ് ഓയിൽ ലീക്കായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരിച്ചയച്ചു, എനിക്ക് വേറെ സാധനം തന്നു. അപ്പം ഇനി അല്ല മസിൽ ടെക്ക് അല്ലെങ്കിൽ ഡയമറ്റൈസ് അല്ലെങ്കിൽ ഏത് സാധനമാണോ മേടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് നമ്മൾ മേടിക്കാൻ നോക്കുക. അതല്ലാതെ ഏറ്റവും വലിയ ആൾക്കാർക്ക് മണ്ടത്തരം പറ്റുന്ന എവിടെയാണെന്ന് അറിയാമോ സുഖിനെ? ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് അങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് പേഴ്സണൽ പിള്ളേർ ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്നതാണ്, ചേട്ടാ ചീപ്പായിട്ട് ക്വാളിറ്റി ഉള്ളൊരു വേ പ്രോട്ടീൻ ബ്രാൻഡ് പറഞ്ഞു തരാമോ? എവിടെ കിട്ടും ഈ ചീപ്പായിട്ട് ക്വാളിറ്റി ഉള്ളൊരു വേ പ്രോട്ടീൻ? എവിടെ കിട്ടും ഈ ക്വാളിറ്റി ഉള്ള വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 500 രൂപ ഒരു 750 രൂപ ഡിസ്കൗണ്ട് പോട്ടെ, 1000 രൂപ ഡിസ്കൗണ്ട് ആമസോണിലൊക്കെ ചില സമയത്ത് മറ്റേ ഓഫർ സെയിൽ, ദീപാവലി സെയിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ആ ഒരു ഡിഫറൻസിൽ നിങ്ങൾ മേടിച്ചാൽ പോലും കുഴപ്പമില്ല. ചേട്ടാ കടയിൽ 5000 രൂപയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ അങ്ങ് ക്വാളിറ്റിയുടെ ഏറ്റവും ബേസ് ലെവലിൽ എത്തിക്കഴിഞ്ഞത്. 5000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ആമസോണിൽ 4000 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഒരു 1000 രൂപ വരെ നമുക്ക് സഹിക്കാം. 2.5 കിലോ വേ പ്രോട്ടീൻ ഓൺലൈൻ സൈറ്റിൽ അല്ല ഒരു കടയിൽ ചെന്ന് ചോദിക്കാൻ നേരത്ത് ഒരു US ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ് ആയിക്കോട്ടെ, ഇപ്പം പല ബ്രാൻഡുകളും ഇന്ത്യയിലുണ്ട്, ഇന്ത്യൻ ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരെണ്ണം വെച്ചിരിക്കുന്നു 8000 രൂപ അല്ലെങ്കിൽ 6000 രൂപ 2.5 കിലോ. ഇതേ സാധനം ഓൺലൈനിൽ നോക്കാൻ നേരത്ത് 2000 രൂപ അല്ലെങ്കിൽ 1500 രൂപ. എങ്ങനെ ആ സാധനം ജെനുവിനായിട്ട് നമ്മൾ മേടിക്കും? എന്നിട്ട് പറയുന്നതാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ്. എന്നിട്ട് ഇതിനെ റീലും ചെയ്യും, ഇതിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ക്ലയൻ്റ് ഇല്ലേ, വരുമാനം ഇല്ലേ, ഒരു ഇല്ല. ആകെ ഉള്ളത് എന്താ? കുറച്ച് ഫോളോവേഴ്സാണ്. ഈ ഫോളോവേഴ്സിനെ വെച്ചിട്ട് പിന്നെ പൈസ ഉണ്ടാക്കാൻ വേറെ മാർഗ്ഗമില്ല. ഈ നേരത്തെ മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ, വിജോബി നീ വിജോ ലിവർ ഡീടോക്സ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ടാക്കി ഞാൻ ഇഷ്ടം പോലെ വിറ്റ് തരാമെന്ന് പറഞ്ഞതുപോലെ ഒരു സപ്ലിമെന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്ലിമെന്റ് ബ്രാൻഡ് സമീപിക്കുക. എടാ ഈ 2 മാസത്തേക്ക് നിനക്ക് സപ്ലിമെന്റ് ഞാൻ ഫ്രീ ആയിട്ട് തരാം. സപ്ലിമെന്റ് കമ്പനി തുടങ്ങിയ ഇത് തന്നെ. അപ്പോൾ ആൾക്കാർ ജെനുവിൻ ആയിട്ടുള്ള സപ്ലിമെന്റ് അവരുടെ സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തന്നെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അവരുടെ കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് കിട്ടും, തിരിച്ച് നമുക്ക് അയക്കാം, സാധനം നമുക്ക് കിട്ടും. പിന്നെ ഇപ്പം ഈ സപ്ലിമെൻറ്റിൻ്റെ ഈ 36 ബ്രാൻഡിൻ്റെ ഈ ചർച്ച ഇവിടെ ഇങ്ങനെ വലിയ വിഷയമായിട്ട് നടക്കുന്ന സമയത്ത് ദുബായിൽ എൻ്റെ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, ഇവിടെ ദുബായിൽ ഇതുപോലൊരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. അത് കാരണം നമുക്കറിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് സപ്ലിമെൻറ്റ് മേടിക്കാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഫ്രണ്ട് നേരത്തെ കണ്ടില്ലേ, അവൻ ദുബായിന്ന് സപ്ലിമെന്റ് മേടിക്കുമോ, ഫുൾ ടൈം വേ പ്രോട്ടീൻ ഇല്ലാതെ വർക്കൗട്ട് ചെയ്യില്ല, അങ്ങനെയൊക്കെയുണ്ട്, നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അല്ല, ജെനുവിൻ സാധനം നല്ല സ്ഥലത്ത് നമ്മൾ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്കിപ്പായി പോയൊരു സാധനമുണ്ട്, ഈ ട്രെയിനേഴ്സിൻ്റെ ഒരു റോഡ് മാപ്പ്. ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അതല്ല, ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ. അതെ, ഓക്കെ. അത് ഹൗ ടു ഏൺ ഇത്ര ഇൻകം, അങ്ങനെ ഒരു ഫുൾ കംപ്ലീറ്റ് സൈഡ് ഉണ്ടെന്ന് എല്ലാം ഉണ്ട് അതിനകത്തുനിന്ന്. അത് ശരിക്കും ആ കോഴ്സ് ഞാൻ എൻ്റെ ഈ കഴിഞ്ഞൊരു 10-20 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ലോഞ്ച് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഓൾറെഡി വർക്ക്ഷോപ്പുകൾ ഞാൻ പല സ്ഥലത്തും എടുത്തു തുടങ്ങി. അതിപ്പോൾ ഒരു CPD കോഴ്സ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഫൈനൽ മാനുവൽ ഞാൻ ലോഞ്ച് ചെയ്തിട്ടില്ല.
അപ്പോൾ ഹൗ ടു ബി എ സക്സസ്ഫുൾ അത് തന്നെ ഫിറ്റ്നസ് ട്രെയിനറിന്റെ ഒരു മിനി വേർഷൻ നമ്മുടെ മിനി വേർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വാട്ട്സ് നെക്സ്റ്റ് അതറിയില്ല. ഇതാണ് ഞാൻ പല അക്കാഡമിയോടും ചർച്ച ചെയ്തത്. അക്കാഡമി ഇൻ ദ സെൻസ്, അതായത് അക്കാഡമി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അസോസിയേഷൻ്റെ അടുത്ത്. ഇപ്പോൾ ആക്റ്റീവ് ഐക്യുവിൻ്റെ അവരുടെ ബിസിനസ് ഹെഡൊക്കെ ദുബായിൽ വന്നപ്പോഴും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യും. ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ആൾക്കാർ വന്ന് പങ്കെടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരാണ് പറഞ്ഞത് അത് നല്ലൊരു കാര്യമാണല്ലോ വിജോ ഇങ്ങനെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തത്, അപ്പോൾ ഞങ്ങളത് വേണമെങ്കിൽ എൻഡോസ് ചെയ്യാം, എന്നിട്ട് ഞങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ ഞങ്ങളത് പ്രൊമോട്ട് ചെയ്ത് ഞങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനും ഓർത്ത സംഭവം കൊള്ളാലോ, അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ എലാബറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് അതാണ് എൻ്റെ ഫൈനൽ മാനുവൽ. അതായത് ഒരു കോഴ്സ് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ തുടങ്ങുന്നത് അടിപൊളി കണ്ടന്റ് ഞാൻ കണ്ടില്ലേ. അപ്പോൾ ചില അത്ര ഇല്ലെന്ന് പറയാം, പക്ഷേ വേണ്ടതെല്ലാം ഒരെണ്ണം പോലും ഇടാതെ ആവശ്യമുള്ള എന്താണോ അത് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ വേണം ചൂസ് ചെയ്യാനായിട്ട്, പിന്നെ ഏത് കോഴ്സ് എടുക്കണം, വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കരിയർ ഏതാണ്, ട്രാൻസ്ഫോർമേഷൻ കോച്ചാണോ, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചാണോ, സ്വിമ്മിങ് കോച്ചാണോ, യോഗ ഇൻസ്ട്രക്ടറാണോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ് ഇൻസ്ട്രക്ടറാണോ, അപ്പം ഇതിൽ ഏതാണ് എൻ്റെ കഴിവ്, എൻ്റെ മേഖല ഏതാണ്. ഇന്നേ വരെ കുളത്തിൽ ചാടിയിട്ടില്ല, വെള്ളം പേടിയാ, നീന്താൻ അറിയാൻ പാടില്ല, പക്ഷേ എനിക്ക് സ്വിമ്മിങ് കോച്ച് ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം അത് തിരിച്ചറിഞ്ഞ് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വേണം ഇൻഡസ്ട്രിയിലോട്ട് വരാനായിട്ട്. പിന്നെ ഇൻഡസ്ട്രിയിലെ സാധ്യതകൾ മനസ്സിലാക്കണം. വെറും പേഴ്സണൽ ട്രെയിനർ മാത്രമല്ല ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് പേഴ്സണൽ ട്രെയിനറായിട്ടാണ്. അവിടുന്ന് ഞാൻ അസിസ്റ്റൻറ്റ് ഫിറ്റ്നസ് മാനേജരായി റിസൈൻ ചെയ്ത് ഞാൻ ഫ്രീലാൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ജിമ്മ് തുടങ്ങി, ഓൺട്രപ്രണറായി. അതിനുശേഷം ഞാൻ വിജോ ഫിറ്റ്നസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇവിടുന്ന് ഞാൻ എവിടം വരെ എത്തി? ഇനി എത്താൻ കിടക്കാണ് മൈലുകൾ. ഇവിടം വരെയെങ്കിലും നമുക്ക് എത്താനായിട്ട് സാധിച്ചു. ഇത്രയും അതും ഞാൻ 2015 പോയത്. ഈ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് നമുക്ക് ഇത്രയെങ്കിലൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതിന് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട്, എൻ്റെ ഒരുപാട് സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഗൈഡൻസ് ഉണ്ട്. കൈസ സാറിൻ്റെ ഒരുപാട് സപ്പോർട്ടുണ്ട്. കേലവൻ ഫിറ്റ്നസ് അക്കാഡമിയുടെ ഡയറക്ടർ കൈസ സാറിൻ്റെ ഒരുപാട് വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. എൻ്റെ കോച്ച് 13 വർഷമായി ഞാൻ പുള്ളിയുടെ കൂടെയാണ് ട്രെയിൻ ചെയ്യുന്നത്, ഹരി സാന്തു. പുള്ളിയാണ് ഈ ഇൻഡസ്ട്രിയിലെ എൻ്റെ വേറൊരു ഏറ്റവും വലിയൊരു വഴികാട്ടി എന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ സീനിയേഴ്സായിട്ട് പല സ്ഥലത്ത് വർക്ക് ചെയ്ത ആൾക്കാർ. അപ്പം ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി എന്താണ്, എങ്ങനെയാണ്, ഏതിലെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ അസിസ്റ്റൻറ്റ് ഫിറ്റ്നസ് മാനേജറായപ്പോൾ ഞാൻ ഒരു ജിമ്മിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ അഡ്മിൻ സൈഡ് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സുബിൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ജിമ്മിൽ സുബിൻ വന്ന് നോക്കിയാൽ ഏത് സമയത്തും റാൻഡം വിസിറ്റ് നടത്താം. എന്നോട് സുബിൻ വരുന്നെന്ന് പറയേണ്ട കാര്യമില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രേക്ഷകനും ദുബായിൽ എൻ്റെ ജിമ്മിൽ വരാം. 2.5 തൊട്ട് 50 കിലോയുടെ ഡമ്പൽ വരെ ഉണ്ട്. ഒരു ഡമ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കില്ല, റാക്കിൽ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ. 2:30 കഴിഞ്ഞിട്ട് 10, 10 കഴിഞ്ഞിട്ട് 20 അല്ല, ആ 2:30 കഴിഞ്ഞിട്ടുള്ള ഓർഡറിൽ അത് ഇരിക്കുകയുള്ളൂ. ഒരൊറ്റ എക്യുപ്മെൻറ്റിനകത്ത് പ്ലേറ്റ് ഉണ്ടാവില്ല. എല്ലാ പ്ലേറ്റും കൃത്യമായിട്ട് താഴെ ഇട്ടുണ്ടാവും. ഒന്നിലും ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ഡമ്പലോ ഒരു കേബിളോ ഒരു പ്ലേറ്റോ ഏതെങ്കിലും മെഷീൻ്റെ ചോട്ടിലോ അവിടെ എവിടെയോ മാരി വലിച്ച് ഒരു സ്ഥലത്ത് വിട്ടിട്ടുണ്ടാവില്ല. എല്ലാം ഓൺ പ്ലേസിലായിരിക്കും. അത് ഞാൻ പഠിച്ചത് ഫിറ്റ്നസ് ഹൗസിൽ നിന്നാണ്. അതേപോലെ നമ്മുടെ ട്രെയിനേഴ്സ് വരുമ്പോൾ ട്രെയിനേഴ്സിനെ പഠിപ്പിക്കും. ട്രെയിനേഴ്സ് അതേപോലെ തന്നെ അത് ഞങ്ങളുടെ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പം ഇതൊക്കെ ഒരു ട്രെയിനറിൻ്റെ റോഡ് മാപ്പിലുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ച് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് കണ്ടന്റ് ഞാൻ കണ്ടോണ്ട് പറയാം, ഹൗ ടു മേക്ക് എ CV എന്ന് പറയുന്നത്. അതെ, അതുപോലെ തന്നെ യെസ്, അതേപോലെ തന്നെ ഒരു ട്രെയിനർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോറിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം അത് അതിനകത്തുണ്ട്. ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ഒരു ടീഷർട്ട് ഇട്ട് നമ്മളങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല ഈ വേണേ ക്ലയൻറ്റ് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു ധാരണയാണ് അല്ല. അപ്പോൾ ഒരു ഫ്ലോറിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലയൻറ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, എങ്ങനെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, ഡ്രസ് കോഡ് എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലബ്ബിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് നിൽക്കണം, ഗ്രൂമിങ് എങ്ങനെയായിരിക്കണം. ഇനിയിപ്പോൾ സർട്ടിഫിക്കേഷൻസ് ഒരു 4-5 എണ്ണം ഉണ്ട്. CV ഉണ്ടാക്കാൻ അറിയില്ല, 8-10 CV ഉണ്ടാവും, 8-10 പേജ് ഉണ്ടാവും CV. ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ഈ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്ന സംഭവം. അതുപോലെ ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകണം, ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കാം. ഞാനിപ്പം എപ്പോൾ ആക്സസ് കിട്ടും ഇതിന്?
ആ ഞാനിപ്പം ഇതിനെപ്പോൾ ആക്സസ് കിട്ടും കണ്ടോണ്ടിരിക്കുന്നവർക്ക്? കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ ഉണ്ടാവും. ഇത് CPD ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആക്സസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. പിന്നെ ഈ പറയുന്നത് പോലെ വേണ്ടി കോൺടാക്ട് ചെയ്യാൻ നമ്പർ തരാം കൊടുക്കുക. അത് കോഴ്സുകളായിട്ടുണ്ട്. ഞാനിപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും നമ്മൾ ചെയ്തു. ഈ പറയുന്ന പോലെ എൻ്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് ഈ കോഴ്സ് ഫ്രീ ആണ്. എൻ്റെ എല്ലാ ബാച്ചിലുള്ള പിള്ളേർക്കും ഞാനത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കത് കറക്റ്റായിട്ട് എങ്ങനെ ഓരോന്നും ചെയ്യണം എന്നുള്ളത് അറിയാം. ഒരു കമ്പനിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. പ്രാക്ടിക്കൽ എങ്ങനെയാണ് നമ്മൾ പോയി പെർഫോം ചെയ്യേണ്ടത്, തിയറി നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും ജോലി കിട്ടിയേക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആ ഒരു ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ എന്നുള്ള ആ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം സക്സസ് കയ്യിൽ ഇപ്പം സുബിൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടോ, ഒരു പേഴ്സണൽ ട്രെയിനർ ആവാം. അതിപ്പോൾ ആക്റ്റീവ് ഐക്യൻ്റെ വേണമെങ്കിൽ ആവാം, ACSMൻ്റെ ആവാം, NSCയുടെ ആവാം, ലോകത്തുള്ള എന്തിൻ്റെ വേണമെങ്കിലും സർട്ടിഫിക്കേഷൻ എടുക്കാം. 6 മാസം കൊണ്ടൊരു ട്രെയിനർ ആവാൻ പറ്റും. പക്ഷെ സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞൊരു സാധനം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. അത് ആയി തന്നെ വരണം നമ്മൾ. അപ്പം അതിലേക്കുള്ള വഴി ആണ് ഇത്രയും കൊല്ലം ഞാൻ എന്തൊക്കെയാണോ പഠിച്ചത്, ഇതുവരെ എത്താൻ ഞാൻ പഠിച്ചത് എന്താണ്. ഇനി കൂടുതൽ പഠിക്കുമ്പം ഇതിൻ്റെ എഡിഷൻ 2 ഇറങ്ങും. ഇപ്പം ഇറക്കിയിരിക്കുന്നത് ഇത്രയും കാലത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതാണ് മെയിനായിട്ട് അതിനകത്തുള്ളത്. അപ്പം ഈ വരുന്ന ട്രെയിനേഴ്സിനാണെങ്കിലും വേണ്ട ഒരു സ്കില്ല് എന്തൊക്കെയാണ്? സ്കിൽസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്, ഏറ്റവും വലിയ സ്കില്ല് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് കൺവേ ചെയ്യാൻ പറ്റണം. ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം എനിക്ക് സംസാരിക്കാൻ അറിയില്ലാത്ത, തട്ടിമുട്ടി സംസാരിക്കാൻ വെറുതെ എന്തെങ്കിലും പറയുന്നൊരു യൂട്യൂബർ ആയിരുന്നെങ്കിൽ സുബിൻ എന്നോട് വിളിച്ചിരുത്തു. ഇരുത്തൂല്ലോ. സുബിൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉത്തരം വരെ ആരും ഇവിടെ പറയില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മൾ പറയണം. ആ പറയുന്ന കാര്യം സുബിനോ അല്ലെങ്കിൽ സുബിൻ്റെ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കോ കൺവേ ആവണ്ടേ. നിങ്ങൾ വലിയ ഹാഷ് ബുഷ് ഇംഗ്ലീഷ് ഒന്നും പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം ഞാൻ ഇപ്പോഴും എൻ്റെ 2 കൊച്ചു പിള്ളേരുടെ അടുത്ത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പഠിച്ച് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ വലിയ ഹാഷ് ബുഷ് ഇംഗ്ലീഷായിട്ട് വന്ന ആളൊന്നുമല്ല. നേരെ മറിച്ച് എൻ്റെ വൈഫും എൻ്റെ 2 പിള്ളേരും എന്താ പറയുക അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അവരോട് പഠിച്ചിട്ടാണ്, അവരോട് സംസാരിച്ച് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ എന്നുള്ള കോഴ്സ് എടുക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഞാൻ ദുബായിൽ ആ കോഴ്സ് 8 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ ഒന്ന് സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ്. അതെടുക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഞാൻ ഇന്ന് എത്തി. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, കൺവേ ചെയ്യാൻ പറ്റണം. കൺവേ ചെയ്യാൻ പറ്റാതെ ഒരിക്കലും ഒരു ട്രെയിനർക്ക് ഒരു ട്രെയിനർ ആകാൻ പറ്റില്ല. പിന്നെ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, ലുക്ക് ലൈക്ക് എ ട്രെയിനർ മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ കുറേ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തു. അത് 100 500 1000 2000 ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് മാത്രം എൻ്റെ പേജിൽ വരുവാണെങ്കിൽ എൻ്റെ പിന്നാമ്പുറത്ത് ആരും എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് മാത്രം കണ്ടാൽ മതി. അതിൻ്റെ പിന്നിൽ ഈ പ്രോഗ്രാം കൊടുക്കുന്നത് വിജോബിയാണെന്ന് മനസ്സിലായാൽ മാത്രം മതി. പക്ഷേ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രയും അപ്രോച്ചബിൾ ആയിരിക്കണം, അത്രയും പ്രസൻറ്റബിൾ ആയിരിക്കണം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞ ഒരു ജിമ്മിൽ ഒരാൾ വരാൻ നേരത്തെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ആൾ കൊള്ളാമല്ലോ, നമ്മുടെ ആ ഒരു ഫിസിക്ക് കാണുമ്പോഴേ അവർക്ക് തോന്നണം ഇവന് കുറച്ച് പണി. ഉണ്ട്. അപ്പം അത് അവിടം തൊട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ടൊരു, അവിടം തൊട്ടാണ് നമ്മൾക്കൊരു റെസ്പെക്റ്റ് കിട്ടി തുടങ്ങുന്നത്. അത് നേരെ മറിച്ച് ഈ പറയുന്ന കണക്ക് ഇപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും തോന്നാം മിസ്റ്റർ ഒളിമ്പിയ ടൈറ്റിൽ വിന്നറിൻ്റെ കോച്ച് ഹാനി റാംബോർഡ് ബോഡി ബിൽഡറിനെ പോലെയാണ് ഇരിക്കുന്നത്. നല്ല പുള്ളി നല്ല ഉരുണ്ട് അത്യാവശ്യം മണ്ണൊക്കെ ഉള്ള ഇച്ചിരി ഫാറ്റൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ പുള്ളി ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പുള്ളി എന്താണ്, പുള്ളി ഏതാണ്, പുള്ളിയുടെ പുള്ളി ഇനി എങ്ങനെ ഇരുന്നാലും പുള്ളി ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇൻഡസ്ട്രിയിലിട്ട് തുടക്കക്കാരായി വരുന്നൊരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അതല്ല. നിങ്ങൾ സംസാരിക്കുന്ന രീതി, നമ്മൾ നടക്കുന്ന രീതി, നമ്മൾ എങ്ങനെ ആയിരിക്കും എല്ലാം. ഈവൻ ഒരു പെർഫ്യൂം പോലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങളത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പോലും ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിലുണ്ട്. കാര്യം അതുപോലും ചിലപ്പോൾ ക്ലയൻറ്റിന് ഇഷ്ടപ്പെടില്ല. ബാഡ് ബ്രെത്ത്, ഇതൊക്കെ പ്രശ്നമാണ്. കാരണം നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് നിന്നല്ല നമ്മുടെ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്കൊരു ക്ലയൻറ്റിനെ മിസ്സാവാം. ഇതെല്ലാം നോക്കണം. അപ്പം അത്രയും നമ്മൾ നല്ല രീതിയിൽ അത്രയും ആ ഒരു ലെവലിൽ നിന്നാൽ മാത്രമേ ആൾക്കാർ നമുക്കൊരു വാല്യൂ തരുള്ളൂ. അല്ലെങ്കിൽ ആ വാല്യൂ നമുക്ക് കിട്ടില്ല. അങ്ങനെ പോയാൽ മാത്രമേ അതിനാണ് എന്നാൽ ഇതൊരു പക്ക റോഡ് മാപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അത് ആവില്ല. എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റക്കായി പോകും.
അപ്പോൾ അതാണ് ആൾക്കാർക്ക് അറിയില്ലാത്തത്. അപ്പോൾ ആ ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് എത്രയെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിലിങ്ങനെ നോക്കി പോയാലും സൈഡിൽ ട്രെയിനേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അധികമായിട്ട് ആഗ്രഹമുള്ളവരുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആകില്ല. ഇപ്പം ഞാൻ വർക്കൗട്ട് തുടങ്ങി എനിക്ക് എൻ്റെ 10th വെക്കേഷനാണ്. അപ്പം ഫുഡ് കഴിക്കണം എന്ന് ഞാൻ അറിഞ്ഞത് എനിക്ക് 12th വെക്കേഷൻ കഴിഞ്ഞ് വർക്കൗട്ട് തുടങ്ങി 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഫുഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ചാൽ മസിലല്ലേ വരുള്ളൂ എന്ന് അറിയുന്നത്. അപ്പം അതുപോലും പറഞ്ഞു തരാൻ ആളുമില്ല. നമ്മൾ പിന്നെ എപ്പോഴും ആ ഒരു സ്ഥലം അപ്പം അത്രയും ട്രെയിനർ ആവേണ്ടവർക്ക് പോലും അവർക്ക് അറിയില്ല എങ്ങനെ എന്ത് ചെയ്യണമെന്ന്. എല്ലാവരും ചെയ്യുന്നത് എന്താ, ജിമ്മിൽ പോകുന്നുണ്ട്, അവർ ജോയിൻ ചെയ്യുന്നുണ്ട്, ചിലർ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലയൻസിന് ഉണ്ടാക്കുന്നുണ്ട്. ക്ലയൻസ് ഉണ്ടെങ്കിൽ പോലും നെക്സ്റ്റ് എന്തെന്ന് അറിയില്ല. ഇപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ 2 മാസം ശമ്പളം കൊടുക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ PT എടുക്കുന്നതിൻ്റെ പൈസ കൊടുക്കാനുണ്ടായിരിക്കും. അവർ ഇത് നോക്കി അവിടെ നിൽക്കും, 1 മാസം നിൽക്കും, 2 സ്പ്ലിറ്റ് ചെയ്താൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇത്രയും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവർ ശമ്പളം നോക്കിക്കും, അടുത്ത സാധനം നോക്കില്ല. മെയിൻ പ്രശ്നം അവർക്ക് അറിയില്ല. പുറത്ത് പോയി എന്താ അവർക്ക് അവരുടെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ക്ലയൻസ് ഉള്ളവർക്ക് പോലും ആ ഒരു ഇഷ്യൂ ഉണ്ട്. അവർക്കാണ് സത്യത്തിൽ എക്സാക്ട് ഓക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലോട്ട് ചിന്തിക്കണം എന്നുള്ള ഒരു റോഡ് മാപ്പ്. അല്ല, പിന്നെയും സുബിൻ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം 3 ക്വാളിറ്റി വേണ്ട. ഒരു മെയിൻ കുറച്ച് ക്വാളിറ്റികൾ പറയുകയാണ്. അതിലൊന്നാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റണം, അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് അതിനകത്ത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് മസ്റ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് മതി. അതാണ് ഞാൻ ഒരു കാര്യം കൂടെ ഉണ്ട്, ട്രെയിനേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്. ട്രെയിനേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ പോലെ സംഭവത്തിൽ പറയുന്നുണ്ട്, ഒരു ചെറിയ ഡിസ്ട്രിക്ട് ഷോ ചെയ്തവന്റെ വിചാരം അവൻ മിസ്റ്റർ ഒളിമ്പിയ ആണെന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി കോമ്പറ്റീഷൻ അല്ലാത്തൊരാളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പേഴ്സണൽ ട്രെയിനറുടെ ടീഷർട്ട് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്. കാരണം ഞാൻ പേഴ്സണൽ ട്രെയിനറുടെ ടീഷർട്ട് ഇട്ടാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ആരെയും ഹെൽപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യണം, ആ ഒരു സംഭവമാണ്. ആ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെയാണ് നമ്മൾ ലാംഗ്വേജ് വരുന്നത്. കാര്യം കൺവേ ചെയ്യാനായിട്ട് പഠിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിലൊക്കെ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ട്രെയിനേഴ്സ് നോ പറയാൻ പഠിക്കണം. ഒരു ക്ലയൻറ്റ് വന്നു, ചിലപ്പോൾ ഈ മാസത്തെ എൻ്റെ സാലറി കിട്ടിയിട്ടുണ്ടാവില്ല, എൻ്റെ ബഡ്ജറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ ഏറ്റവും മെയിനായിട്ട് പറയുന്നൊരു കാര്യമാണിത്. ഒരു ക്ലയൻറ്റ് വന്നു, എൻ്റെ ACL സർജറി കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. എന്നോട് എൻ്റെ ഫിസിയോ പറഞ്ഞു സ്ട്രെങ്തനിങ് ചെയ്യാനായിട്ട്. എനിക്കതറിയാൻ പാടില്ല ചേട്ടാ, ഞാൻ ഇഞ്ചുറി റീഹാബിൻ്റെ കോഴ്സ് ചെയ്തിട്ടില്ല. ഐ എം നോട്ട് എ സർട്ടിഫൈഡ് ഇഞ്ചുറി റീഹാബ് ട്രെയിനർ. ഐ ക്യാൻ കണക്ട് വേറൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് പകരം അന്നത്തെ ബഡ്ജറ്റ് ഹിറ്റ് ചെയ്യാനോ ആ കാശിന് വേണ്ടിയിട്ടോ അറിയാവുന്നത് വെച്ച് ഈ ക്ലയൻറ്റിനെ എടുക്കാൻ പോകും. ഈ ക്ലയൻറ്റിൻ്റെ കാര്യം കട്ടപ്പോയാവും. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, വിജോബി സർജറി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന പല ആൾക്കാരും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞ് ജിമ്മിൽ പോയിട്ട് ആ ഇഞ്ചുറി പറ്റി അതേ കയ്യും കാലുമായിട്ട് 3 മാസം 4 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുവാന്ന്. കാരണം ചോദിക്കുമ്പോൾ പോയ ജിമ്മിലെ ട്രെയിനർ ഉള്ള വെയിറ്റ് എല്ലാം അവിടെ വാരി പെറുക്കിയിട്ട് അടിപ്പിച്ചു. ഇങ്ങനെ അടിച്ചാലേ ശരിയാവുള്ളൂ, അടിച്ചു എന്ന് പറഞ്ഞ് അടുപ്പിച്ച് ആ ഇഞ്ചുറി കൂടുതൽ വഷളായി വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥയാണ്. ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത്. അത് റിയാലിറ്റി. കാരണം ഇവിടെ അതുപോലെ പ്രഷറല്ലേ ജിമ്മിൽ നിന്ന് കൊടുക്കുന്നത്. ഇവർക്ക് ഇത്ര ടാർഗറ്റ്, ഇപ്പം ഒരു 5 ലക്ഷമാണ് ടാർഗറ്റ്, ഇവർ 4 ലക്ഷം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാൽ പോലും ഇവർക്ക് കൊടുക്കത്തില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ സമയമില്ല. 5 മണി വെളുപ്പിന് 5 മണിക്ക് ചിലപ്പോൾ വരണം, രാത്രി ചിലപ്പോൾ 11 മണിക്കായിരിക്കും പോകുന്നത്. ക്ലയൻസിനനുസരിച്ച് വരണം, അവരുടെ കൂടെ നിന്ന് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കിട്ടത്തില്ല, ഉറക്കം കിട്ടത്തില്ല. ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പൈസ കിട്ടുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ വേണം ജീവിക്കാൻ. അവരുടെ ട്രെയിനേഴ്സിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ജിമ്മിൽ ഈ പറഞ്ഞാലും ബിസിനസ് ഉണ്ടാവണമെങ്കിൽ ഈ പ്രഷർ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഹൗ ടു ബിക്കം സക്സസ്ഫുൾ പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് ഇറങ്ങിയത്. എന്തിനാണ് ജിമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിനാണ് ജിമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ ഓരോ ട്രെയിനർമാരോടും ചോദിക്കുക, അറിയില്ലെങ്കിൽ എൻ്റെ കോഴ്സിന് ഞാൻ പഠിപ്പിച്ചു തരാം. എന്തിനാണ് ജിമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഞാനൊരു റെസിഗ്നേഷൻ ലെറ്റർ കൊണ്ടുവന്നിട്ട് സുബിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാണ്. സുബിനാണ് ജിമ്മ് നടത്തുന്ന ആൾ. ഞാൻ കൊണ്ടുവന്നിടാൻ നേരത്തെ എന്നോട് പറയാണ്, ഓക്കെ മോനെ ഇതുകൂടി ഇരിക്കട്ടെ കേട്ടോ, ഞാൻ സൈൻ ചെയ്ത് വെച്ചേക്കാം, നീ പൊക്കോ എന്നൊരു അവസ്ഥയിലാണ് ഒരു ജിമ്മിൻ്റെ ഓണർ നമ്മളോട് പെരുമാറുന്നെങ്കിൽ നമുക്ക് എന്ത് ഡിമാൻഡുള്ളത്? ഡിമാൻഡില്ല. നമ്മൾ എന്തിനാണ് ആ ജിമ്മിൽ കടിച്ചു പോയി നിൽക്കുന്ന ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ? ഇപ്പോൾ എൻ്റെ ജിമ്മിലെ ട്രെയിനേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ജിമ്മിൽ ഓരോ ട്രെയിനേഴ്സും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയുണ്ട്. ഞാനൊരു 10 മിനിറ്റുള്ള വോയിസ് 1-2 വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്തേക്കുന്നതാണ്. ഞങ്ങളുടെ ജിമ്മിൽ ട്രെയിനറെ ഞങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്തേ പറയും, ബ്രോ ചിലപ്പോൾ എല്ലാ മാസവും കൃത്യം 1-ാം തീയതി ശമ്പളം കിട്ടിയെന്ന് വരില്ല കേട്ടോ. കാരണം ഞങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും കിട്ടുള്ളൂ.
പക്ഷേ ദൈവം സഹായിച്ച് ഇന്ന് ഈ നിമിഷം വരെ അക്കാഡമിയിൽ മാത്രമാണ് ഞങ്ങൾക്ക് അത്രയും ഫിനാൻഷ്യൽ ഒരു എന്താ പറയുക ഒരു ഒരുപാട് ഫണ്ട് നമുക്ക് വേണ്ട ഒരു എന്താ പറയുക ഒരു മേഖലയാണത്. കാര്യം അത്രയും സാലറി പാക്കേജ് ഉണ്ട്. അവിടെ മാത്രമാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും പെൻഡിങ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങളത് പറ്റുന്നത് പോലെ ഞങ്ങളത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അല്ലാതെ ഒന്നാം തീയതി എല്ലാവർക്കും സാലറി കൊടുക്കുന്ന കോടികൾ വരുമാനം വരുന്നൊരു കമ്പനിയൊന്നും അല്ല നമ്മുടെ. അതിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രയത്നം. ഇപ്പം അതെ ഇപ്പം നടക്കുന്ന റിയാലിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം എൻ്റെ സ്ഥാപനം എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല. നമ്മൾ എന്തിനാണ് ഇല്ലാവചനം പറയുന്നത്? എന്തിനാണ് നമ്മൾ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്? ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാളെ ആരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്താൽ ചേട്ടാ ഞാൻ വീഡിയോ കണ്ടിരുന്നുണ്ട്, ചേട്ടൻ പറയുന്നത് കേട്ടായിരുന്നു, എനിക്ക് അങ്ങനെ മതി ചേട്ടാ, കുഴപ്പമില്ല, ഞാൻ ചെറിയ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. പക്ഷേ എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ഓരോരുത്തരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞങ്ങളുടെ ജിമ്മിൽ നിന്നിട്ട് എത്രയോ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജിമ്മുകളിലേക്ക് ജോലി കിട്ടി പോയേക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമുള്ളൂ. എൻ്റെ ജിമ്മിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയേക്കുന്ന ട്രെയിനേഴ്സ് എൻ്റെ ജിമ്മിൽ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി പോകണം അവർ വരുമല്ലോ. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ഓരോരുത്തർ പോയേക്കുന്നതും ഓരോരുത്തരെ നമ്മൾ നിർത്തിയേക്കുന്നതും ഒക്കെ തന്നെ. പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാം 100% തികച്ചൊന്നും നമുക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് കുറേയെങ്കിലും ട്രെയിനേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴും ഒരു ജിമ്മിൽ തന്നെ എന്തും സഹിച്ച് നിങ്ങളൊരു ജിമ്മിൽ തന്നെ നിൽക്കേണ്ട വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യലേ ഉള്ളൂ. ഞാനിപ്പോൾ ഞാൻ ഫിറ്റ്നസ് ഹൗസിൽ നിന്ന് എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് ഞാൻ ഫിറ്റ്നസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറയുന്നത് പോലെ ലാസ്റ്റ് എനിക്ക് തിരിച്ച് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫിറ്റ്നസ് മാനേജറായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രഷറാണ്. മാത്രമല്ല ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ക്ലയൻസിൻ്റെ എൻക്വയറി കൂടാൻ തുടങ്ങി. പക്ഷേ എനിക്ക് സെഷൻസ് എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് അതിൽ കൂടുതൽ അഡ്മിൻ പണിയുണ്ട്. അപ്പം ഞാൻ എൻ്റെ റീജിയണൽ ഫിറ്റ്നസ് മാനേജറുടെ അടുത്ത് പറഞ്ഞു ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു PT. പക്ഷേ എനിക്ക് ബുർജുമാൻ കിട്ടിയാൽ കൊള്ളാം, കാരണം ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. കാര്യം ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി ക്ലയൻസിൻ്റെ എൻക്വയറി വരാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അത് പറ്റില്ല, യു ആർ വർക്കിംഗ് അണ്ടർ മീ. ഞാൻ എൻ്റെ റീജിയണൽ ഫിറ്റ്നസ് മാനേജറുടെ കീഴിൽ വരുന്ന ഈ ക്ലബ്ബുകളൊക്കെയാണ്. സോ ഇഫ് യു വാണ്ട് ടു ഗോ ബാക്ക് ടു PT ഇന്ന ക്ലബ്ബിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല. ഞാൻ റിസൈൻ ചെയ്തു, ഞാൻ ഇറങ്ങി. എനിക്ക് ക്ലയൻസിൻ്റെ കുറവുണ്ടോ? എനിക്ക് സെഷൻസ് ഇല്ലേ? ഉണ്ട്. അതെൻ്റെ ഗട്ട്സാണ്, എൻ്റെ കോൺഫിഡൻസാണ്. എനിക്ക് ക്ലയൻറ്റിനെ ഉണ്ടാക്കാമെന്നുള്ളത് എൻ്റെ കോൺഫിഡൻസാണ്. എന്തുകൊണ്ടത് ഉണ്ടാക്കിയെടുക്കുന്നില്ല? അതിന് പഠിക്കണം. ന്യൂട്രീഷൻ എന്താണെന്ന് പഠിക്കണം, ക്ലയൻസിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെന്ന് പഠിക്കണം. എന്നാലേ അത് പറ്റുള്ളൂ, അല്ലാതെ ഇതെങ്ങനെ പറ്റും? ഉറപ്പായിട്ടും അല്ലാതെ എങ്ങനെ പറ്റും? ഞാൻ ട്രെയിനേഴ്സിനോട് ചോദിക്കും, എൻ്റെ ജിമ്മിൽ നിൽക്കുന്ന ട്രെയിനേഴ്സിനോട് ഞാൻ പറയുന്നത് എന്താണ്? നാളെ വിജോ ഫിറ്റ്നസ് പൂട്ടിയാൽ വീണ്ടും CV എടുത്ത് ഏതെങ്കിലും ജിമ്മിലേക്ക് പോവാണോ നിങ്ങൾ ചെയ്യേണ്ട? അല്ല, അതിനിടയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റാൻസ് ഉണ്ടാക്കിയിരിക്കണം. ഇതാണ് ഞാൻ എൻ്റെ ജിമ്മിലെ ട്രെയിനേഴ്സിനോട് പറയുന്നത്. വിളിച്ചു ചോദിച്ചു എല്ലാവരും, ഞാൻ എല്ലാവരോടും പറയുന്നത് ഇതാണ്. എടാ, നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തമായിട്ടൊരു പ്രൊഫൈലും കൂടെ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനാണ് നിങ്ങൾ ഓൺലൈൻ ട്രെയിനിങ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യും. ഇവിടെ എല്ലാവരും കുറച്ചാൾ നാട്ടിലെ ജിമ്മിൽ നിൽക്കും, എന്നിട്ട് നേരെ പുറത്തു പോകും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സുബിന്, എനിക്ക് സ്വന്തമായിട്ട് ക്ലയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. എനിക്ക് അതിനുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ജിമ്മിൽ നിൽക്കുന്ന ഓരോ ട്രെയിനേഴ്സിനെയും കാണിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പോയി കഴിയുമ്പോൾ എനിക്ക് എത്ര എൻക്വയറി വരുന്നുണ്ട്, എത്ര എണ്ണം ഞാൻ കൺവേർട്ട് ചെയ്തു, സെൻഡ് പ്ലാൻ ടു ഇന്ന പേരിട്ടിട്ട് ഞാൻ എത്ര പേരുടെ പേരാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. നോക്ക് എനിക്ക് എത്ര ബിസിനസ് കിട്ടി. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനും ട്രെയിനറാണ്, നിങ്ങളും ട്രെയിനറാണ്. ഞാൻ ചെയ്യുന്ന അതേ ബെഞ്ച് പ്രസ് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ വെറൈറ്റി ബെഞ്ച് പ്രസ് ഒന്നും അല്ല ചെയ്യുന്നത്, സെയിം ആണ്. അപ്പം നിങ്ങൾ കുറേ കൂടെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക, കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതെന്തുകൊണ്ടാണ് ആ ജിമ്മിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാതെ അതിനകത്ത് തന്നെ നിൽക്കേണ്ട വരുന്നൊരു ട്രെയിനർ? കാരണം ആ ട്രെയിനറിന് തന്നെ അറിയാം ഞാൻ ഇവിടുന്ന് ഇറങ്ങി എനിക്ക് ക്ലയൻസിനെ കിട്ടൂല. 10,000-2000 മെമ്പർമാർ വരുന്നൊരു ക്ലബ്ബിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഇവിടുന്ന് 10-15 ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്ത് കഞ്ഞി കുടിച്ച് ഞാൻ പോകുന്നു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ക്ലയൻറ്റിനെ തന്നെ കൊണ്ടുവരാനുള്ള മാർക്കറ്റിംഗ് സ്കില്ല് എനിക്കില്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ല. ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിലെങ്ങനെ എനിക്ക് സംസാരിക്കണം എന്ന് എനിക്കറിയില്ല, അതിലെങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ എങ്ങനെ സ്വന്തമായിട്ടൊരു വളരാൻ പറ്റും? എന്നിട്ട് പിന്നെ ജിമ്മിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ ബേസിക്കായിട്ട് റോഡ് മാപ്പും എല്ലാത്തിനുമുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ ഒന്ന് എഡ്യൂക്കേഷൻ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് കമ്മ്യൂണിക്കേഷൻ. ഈ രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ വർക്ക്ഷോപ്പ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ ചെയ്യാം? ഞാൻ എന്തായാലും നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ഇപ്പം തന്നെ